സദാ സുസ്മേരവദനം ബാലകൃഷ്ണം നമാമ്യഹം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണം പദ്മഭുവം വസിഷ്ഠം ശക്തിം ച തത്പുത്രപരാശരം ച വ്യാസം ശുകം ഗൗഡപദം മഹാന്തം ഗോവിന്ദയോഗീന്ദ്രമഥാസ്യ ശിഷ്യം ശ്രീശങ്കരാചാര്യമഥാസ്യ പദ്മപാദം ച ഹസ്താമലകം ച ശിഷ്യം തം തോടകം വാക്തികകാരമന്യാൻ അസ്മദ്ഗുരൂൻ സന്തതമാനതോസ്മി. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. നമുക്കിന്ന് വായിക്കേണ്ട പദ്യം നിങ്ങളുടെ പുസ്തകത്തിലുള്ളത് പറഞ്ഞാൽ മതിയല്ലോ. 62-ാമത്തെ പേജിലെ ആദ്യത്തെ പദ്യം, അതായത് 21-ാമത്തെ പദ്യം വായിക്കാം. ആകായത്തെ പലവും തോன்றി അടങ്കാതോ നീ കായത്തോടഴുന്തി നീങ്ങി അരുളാഹാതോ என்று ശലിപ്പാനേൻ എതിരറ്റ പൂരണത്തെ ഒன்றுമിலை കാണുനക്ക്. ആകായത്തെ പലവും തോன்றി അടങ്കാതോ, ആകാശത്തിൽ പലതും ഉണ്ടായി ഒടുങ്ങുന്നില്ലേ, നശിക്കുന്നില്ലേ? എല്ലാം ഉണ്ടാകുന്നതും നിലനിൽക്കുന്നതും ഇല്ലാതാവുന്നതും ആകാശത്തിലാണ്. ഈ ആകാശം എവിടെ നിന്നുണ്ടായി എന്ന് ചോദിച്ചാൽ, ആകാശം ആത്മാവിലെ ഒരു ഭ്രമമാണ്. സാന്ദ്രമായ ഒരു വസ്തു പൊള്ളയാണ് എന്ന് എങ്ങനെ തോന്നാൻ പറ്റും? എങ്ങനെ അത് വാസ്തവത്തിൽ പൊള്ളയാവും? സാധ്യതയേ ഇല്ല. പക്ഷെ നമ്മൾ ഈ ആകാശത്തെ പൊള്ളയായ ഒന്നായിട്ടാണ് അനുഭവിക്കുന്നത്. ഈ ആകാശത്തിന്റെ ഓരോ ബിന്ദുവിലും ബോധം നിറഞ്ഞു നിൽക്കുന്നു. നമ്മൾ അതിനെ കാണുന്നില്ല, ഇതിന്റെ പൊള്ളത്തരം മാത്രമേ കാണുന്നു. ഒഴിഞ്ഞ ഒന്ന് എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നു. ഈ പറച്ചിലിന് തന്നെ എന്തർത്ഥം? ഒഴിഞ്ഞ ഒന്നാണല്ലോ ഈ ആകാശം. ഈ ആകാശം സർവവ്യാപകമാണ് എന്ന് പറയുകയും ചെയ്യുന്നു. എന്ത് മനസ്സിലാക്കണം? ഒന്നുമില്ലാത്ത അല്ലെങ്കിൽ പൊള്ളയായ ഒഴിഞ്ഞ ഒന്ന് എല്ലായിടത്തിലും നിറഞ്ഞു നിൽക്കുന്നു എന്ന്. ഇവിടെ നിന്ന് തുടങ്ങുന്നു മായ. ആകാശം അതാണ് ആദ്യത്തെ സൃഷ്ടി. സാന്ദ്രമായ ബോധത്തിൽ ആദ്യം ഉണ്ടെന്ന് തോന്നുന്നത് ആകാശമാണ്. അതിനു മുമ്പ് മനസ്സുണ്ട്. എന്നാലും ഈ സ്ഥൂലതലത്തിൽ ബാഹ്യതലത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും സൂക്ഷ്മമായ ഭൂതം ആകാശമാണ്. അതിനെ തുടർന്നാണ് മറ്റ് 4 ഭൂതങ്ങളുടെയും സൃഷ്ടി. അപ്പോ നിറഞ്ഞു നിൽക്കുന്ന സാന്ദ്രമായ ഘനീഭവിച്ച ബോധത്തിനെ ആദ്യം മായ പൊള്ളയാണെന്ന് തോന്നിച്ചു. എന്ന് പറഞ്ഞാൽ അവിടെ ഒന്നുമില്ല എന്ന് തോന്നിച്ചു. ഈ ഒന്നുമില്ല എന്ന് തോന്നിച്ചാലേ അതിൽ മറ്റു പലതിനെയും മായയ്ക്ക് ആരോപിച്ച് നമ്മെ അനുഭവിപ്പിക്കാൻ പറ്റും. അപ്പൊ ഭ്രമം തുടങ്ങുന്നത് ആകാശത്തിൽ നിന്നാണ്. ഉപനിഷത്തും അങ്ങനെ തന്നെയാണ് പറയുന്നത്. തസ്മാദ്വാ ഏതസ്മാദാത്മന ആകാശ സംഭൂതഃ. ആ ആത്മാവിൽ നിന്നും, സാന്ദ്രമായ പരമാത്മാവിൽ നിന്നും ആകാശം ഉണ്ടായി. ഉണ്ടായി എന്ന് പറഞ്ഞാൽ ആകാശത്തിന്റെ തോന്നലുണ്ടായി. ഇവിടെ ബോധത്തിൽ നിന്ന് ഒന്നും യഥാർത്ഥത്തിൽ ഉണ്ടാവാൻ പറ്റില്ല. അത് മാത്രമേ ഉള്ളൂ. അത് മറ്റ് പലതുകളുമായി തോന്നി. ആർക്ക്? അജ്ഞാനിയായ ജീവന്. ആത്മാവിന് തോന്നി എന്നല്ല പറയുന്നത്. നമുക്ക് വ്യക്തികൾക്ക്, വ്യക്തിബോധത്തിന് പലതും ഇവിടെ ഉണ്ടെന്ന് തോന്നി. ഉണ്ടെന്ന് തോന്നിയത് കൊണ്ട് അതിനെയൊക്കെ ഉണ്ടായി എന്ന് ശാസ്ത്രങ്ങൾ പറഞ്ഞു. വാസ്തവത്തിൽ ഒന്നും ഉണ്ടായിട്ടില്ല. ആത്മാവ് ആത്മാവായി തന്നെയാണ് എന്നും നിലനിൽക്കുന്നത്. അതിൽ ഉണ്ടെന്ന് തോന്നുന്നതൊക്കെ അത് തന്നെ. വേറെന്താവാൻ പറ്റും? ആ ആകായത്തെ പലവും തോன்றി, ആ ആകാശത്തിൽ പലതും ഉണ്ടെന്ന് തോന്നി, അല്ലെങ്കിൽ സൃഷ്ടിക്കപ്പെടുന്നതായി നാം കാണുന്നു. അങ്ങനെ ഉണ്ടായതായി നാം കാണുന്നതെല്ലാം അടങ്കാതോ, അവയൊന്നും അടങ്ങില്ലേ? തീർച്ചയായും അടങ്ങുമെന്നർത്ഥം. എന്തൊക്കെ ഈ ആകാശമണ്ഡലത്തിനകത്ത് ഉണ്ടായതായി നമ്മൾ അനുഭവിക്കുന്നുവോ അവയെല്ലാം ഇതേ ആകാശകോശത്തിൽ ഇല്ലാതാവുന്നതായും നാം കാണും. നാം അല്ലെങ്കിൽ നമ്മുടെ പിൻഗാമികൾ കാണും. ചിലപ്പോൾ നമ്മുടെ ആ ആയുസ്സിനിടയ്ക്ക് ഇതൊന്നും ഇല്ലാതായി പോകുന്നത് നമ്മൾ കണ്ടുവെന്ന് വരില്ല. പണ്ട് കണ്ട പലതും, നമ്മുടെ പൂർവികർ കണ്ട പലതും ഇന്ന് നമ്മൾ കാണുന്നില്ല. അതുപോലെ ഇന്ന് നമ്മൾ കാണുന്ന പലതും നമ്മുടെ പിൻഗാമികളും കാണില്ല.
അപ്പൊ എവിടെയാണ് ഒരു ശാശ്വത സ്ഥിതി? ഈ പ്രപഞ്ചത്തിന് ഒരിടത്തും ഒരു നൈരന്തര്യമോ നാശമില്ലാത്ത സ്ഥിതിയോ ഇല്ല. ഇത് ജഗത്താണ്. സംസ്കൃതത്തിൽ ജഗത്ത് എന്ന് പറഞ്ഞാൽ പോയിക്കൊണ്ടേയിരിക്കുന്നത് എന്നാണ് അർത്ഥം. സദാ മാറി മറിയുന്നത്, നിൽക്കാതെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നത്, സദാ പരിണാമത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നത്, അതാണ് ജഗത്ത്. അപ്പൊ ആകാശത്തിൽ പൊന്തിയതൊക്കെ അതിൽ തന്നെ അടങ്ങില്ലേ? അടങ്ങും എന്ന് പറഞ്ഞാൽ അതിനെ ഒന്നും ഇല്ലാതാക്കാൻ നിങ്ങൾ മെനക്കെടണ്ടാണ്. ഇത് ഭൂതാകാശത്തിന് മാത്രമാണോ ഈ നിയമം? ചിത്താകാശത്തിലും ഇത് തന്നെ നിയമം. എന്താണ് ചിത്താകാശം? മനസ്സാകുന്ന ആകാശം. അതെങ്ങനെയാ ആകാശം? ഈ ഭൂതാകാശം ഉണ്ടെന്ന് തോന്നുന്നത് ചിത്താകാശത്തിലാണ്. അതുകൊണ്ട് ഈ ആകാശത്തെക്കാളും വ്യാപ്തി ഉള്ളതാണ് മനസ്സെന്ന് പറയപ്പെടുന്ന ആകാശം എന്ന് സമ്മതിക്കേണ്ടി വരും. അനന്തമായ ആകാശത്തെ നാം മനസ്തലത്തിലാണ് അനുഭവിക്കുന്നത്. അപ്പൊ അതിനേക്കാളും വലുതാവാനല്ലേ ഇത് പറ്റൂ? നമ്മൾ വിചാരിച്ചിരിക്കുന്ന ഈ ശരീരത്തിനകത്ത് ഒരു ചെറിയ സാധനം എന്നാണ്. ശരീരത്തിനകത്ത് ചെറിയ സാധനമാണെങ്കിൽ അനന്തമായ പ്രപഞ്ചം അല്ലെങ്കിൽ ആകാശം ഈ മനസ്സിലാണല്ലോ പ്രതിഫലിക്കുന്നത്. അപ്പൊ അതെങ്ങനെ പരിമിതമായ ഒന്നാവും? അപ്പൊ ചിത്താകാശം ഈ ഭൂതാകാശത്തെക്കാളും വലുതാണ്. ഈ ചിത്തം എവിടെയാ നിൽക്കുന്നത്? ചിത്തത്തെ ഉണ്ടെന്നറിയുന്ന ബോധത്തിൽ. ആ ബോധാകാശം ഈ ചിത്താകാശത്തെക്കാളും മഹത്താണെന്ന് ഇനി പ്രത്യേകിച്ച് പറയണം. ഇപ്പൊ എങ്ങനെയാ ക്രമം? ചിതാകാശത്തിൽ ചിത്താകാശം, ചിത്താകാശത്തിൽ ഭൂതാകാശം. ഭൂതാകാശം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പുറമെ അനുഭവിക്കുന്ന സ്ഥലം, സ്പേസ്. ഈ പ്രപഞ്ചത്തിൽ ആകാശത്തിൽ ഉണ്ടാവുന്നതൊക്കെ ഒരു ദിവസം അതിൽ തന്നെ ലയിച്ചില്ലാതാവുമല്ലോ. മനസ്ഥലത്തിലും ഇത് തന്നെ നിയമം, ബോധത്തിലും ഇത് തന്നെ നിയമം. നമ്മളെന്താ പറയുന്നത്? ചിന്തകൾ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നു, ചിന്തകൾ അടക്കാൻ പറ്റുന്നില്ല. എന്തിനടക്കണം? നിങ്ങൾ അടക്കിയില്ലെങ്കിൽ അത് അടങ്ങുമല്ലോ. കുറച്ച് കാത്തിരിക്കണം, അത്രയേ ഉള്ളൂ. കുറച്ച് ക്ഷമയോടുകൂടി കാത്തിരിക്കണം. ഒരു ചിത്തവൃത്തിയും അസ്തമിക്കാതെ ഇരിക്കില്ല. പിന്നെ നമ്മൾ പറയുന്ന സമയത്തിനകത്ത് അത് ഒടുങ്ങണം എന്ന് നിർബന്ധം പിടിച്ചാൽ ചിലപ്പോൾ നടപ്പില്ല. ഞാൻ പറഞ്ഞില്ലേ, ഒന്നിലും മസിൽ പിടിക്കരുത്, പ്രത്യേകിച്ചും മനസ്സിന്റെ കാര്യത്തിൽ. എന്ന് വെച്ച് കയറൂരി വിടണം എന്നും അല്ല അതിന്റെ അർത്ഥം. ഉണ്ടായതെല്ലാം നശിക്കും. നശിക്കാനാണ് ഉണ്ടാവുന്നത്, നശിക്കാനാണൊന്നുണ്ടാവുന്നത്. ഉണ്ടായതൊക്കെ നശിച്ചേ പറ്റൂ. നശിച്ചത് വേറൊരു രൂപത്തിൽ വീണ്ടും പൊന്തുകയും ചെയ്യും. നമ്മൾ അറിയില്ല എന്നേ ഉള്ളൂ. നമ്മുടെ വീട്ടില് മുതിർന്ന ഒരാൾ മരിച്ചുപോയി. അയാൾ വേറൊരു ശരീരമെടുത്ത് വേറെ എവിടെയെങ്കിലും ജനിച്ചിട്ട് ഇതേ ജീവൻ നമ്മുടെ മുമ്പിൽ വന്ന് നിന്നാൽ നമ്മൾ തിരിച്ചറിയില്ല, അയാളും നമ്മളെ തിരിച്ചറിയില്ല. പക്ഷെ അതേ ജീവനാണ്. ഈ മുതിർന്ന ആളിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കടന്ന അതേ ജീവൻ തന്നെയാണ് വേറൊരു സ്ഥലത്ത് കുഞ്ഞായിട്ട് ജനിക്കുന്നത്. പക്ഷെ അത് ആ രൂപത്തിൽ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ ഇത് അപ്പൂപ്പനാണെന്നോ അമ്മൂമ്മയാണെന്നോ നമ്മൾ തിരിച്ചറിയില്ല. എന്താ? നമ്മൾ രൂപത്തിൽ മാത്രം ശ്രദ്ധ പതിപ്പിക്കുന്നവരാണ്. അതിൻ്റെ അപ്പുറത്ത് 1 ഇഞ്ച് 1 മില്ലിമീറ്റർ നമ്മൾ കാണാൻ തയ്യാറല്ല. വെറും സ്ഥൂലതയിൽ മാത്രം മുഴുകിക്കിടക്കുന്നു ഭൂരിഭാഗം ജനങ്ങൾ. എന്തായാലും ആകാശത്തിൽ പൊന്തിയത് ആകാശത്തിൽ തന്നെ അടങ്ങും, തീർച്ചയായിട്ടും അടങ്ങും. നീ കായത്തോട് അഴുന്തി നീങ്ങി അരുളാഹാതോ. കായത്തോട് അഴുന്തി, ശരീരത്തിൽ മുങ്ങി, ശരീരത്തിനകത്ത് ആണ്ട് കിടന്ന് എന്ന് പറഞ്ഞാൽ ഞാൻ ദേഹമാണ്, ഞാൻ ദേഹമാണ്, ഇത് എൻ്റെ ശരീരമാണ്, ഇതിനെ ആശ്രയിച്ചാണ് എൻ്റെ ജീവിതം, ഇതിനെ ആശ്രയിച്ചാണ് എൻ്റെ സുഖാനുഭവം എന്ന് ഈ ശരീരത്തെ മാത്രം ചിന്തിച്ച് 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 ശരീരം ഉപേക്ഷിക്കുന്നവരാണ്. അതിൻ്റെ അപ്പുറത്തുള്ള ഒന്നിനെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നില്ല. പറഞ്ഞു തന്നാൽ മനസ്സിലാക്കാനെങ്കിലും പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതും കഷ്ടി. കാരണം സൂക്ഷ്മത ബുദ്ധിക്ക് അത്ര പെട്ടെന്ന് പിടികിട്ടില്ല. അത് സ്ഥൂലമായതിനെ മാത്രമേ എന്നും കണ്ട് പരിചയിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ഈ സൂക്ഷ്മത്തെ പറയുമ്പോൾ ഒന്നുകിൽ അത് അകത്തിരുന്ന് പ്രശ്നം ഉണ്ടാകും. ഇയാൾ എന്തൊക്കെയോ പറയുന്നു, ഇതെനിക്ക് മനസ്സിലാവുന്നില്ല, ഇതെന്തോ ഇയാൾ പറയുന്നത് അതൊന്നും ഗ്രഹിക്കാൻ പറ്റുന്നില്ല എന്നത് അകത്തിരുന്ന് പ്രശ്നം ഉണ്ടാകും. അല്ലെങ്കിൽ ഉറങ്ങിപ്പോകും. ഇത് രണ്ടും മാത്രമേ അറിയാവൂ. ലയിച്ചു പോകും. നമുക്ക് താല്പര്യമില്ലാത്ത വിഷയം 5 മിനിറ്റ് കേട്ടുകൊണ്ടിരുന്നാൽ ഇപ്പോൾ ഉറങ്ങിയെന്ന് ചോദിച്ചാൽ ഇനി അഥവാ ഉറക്കം വന്നില്ലെങ്കിൽ, രജോ ഗുണമാണ് നമ്മുടെ ഉള്ളിൽ കിടന്ന് കളിക്കുന്നതെങ്കിൽ ആ രജോ ഗുണം പറയും, ഇയാൾ എന്തൊക്കെയാ പറയുന്നത്, നമുക്കൊന്നും മനസ്സിലാവുന്നില്ല, ഇത് കേട്ടിട്ട് പ്രയോജനമില്ല, നമുക്ക് വേറെന്തെങ്കിലും പണി നോക്കി പോകാമെന്ന്. അയാൾ ആ സ്ഥലത്ത് നിന്ന് എണീറ്റ് പോകും. രജസ് അല്ലെങ്കിൽ തമസ്. ഒരു സ്ഥലത്ത് നിന്ന് എണീറ്റ് വേറെ എവിടെയെങ്കിലും പോകാം എന്ന് വിചാരിക്കുന്നത് രജോ ഗുണം. നമ്മൾ അറിയാതെ ഉറങ്ങിപ്പോകുന്നത് തമോ ഗുണം. സത്വത്തിൽ നിൽക്കാൻ പറ്റുന്നില്ല.
അതാണ് മനുഷ്യ മനസ്സിന്റെ സ്വഭാവം. നീ കായത്തോട് അഴുന്തി നീങ്ങി, നീ ശരീരത്തിൽ മുങ്ങിക്കിടക്കുന്നു, ശരീരമാണ് നീ എന്ന് കരുതി ജീവിക്കുന്നു. ഈ ശരീരം നിന്നെ ഉപേക്ഷിച്ചു പോയാൽ എന്ന് പറഞ്ഞാൽ മരണവേളയിൽ ഇല്ലാതെയായാൽ അരുളാഹാദോ, അവിടെ അരുളുണ്ടാവില്ലേ? അറിവ് അല്ലെങ്കിൽ ഈശ്വരാനുഗ്രഹം അല്ലെങ്കിൽ ജ്ഞാനം. ദേഹം പോയി കഴിഞ്ഞാൽ എല്ലാം ഓക്കെ ആവില്ലേ എന്ന് കരുതണ്ട. ഒന്നും ഓക്കെ ആവാൻ പോണില്ല. ഈ ശരീരം പോയത് കൊണ്ട് ഒന്നും നേരെ ആവാൻ പോകുന്നില്ല. മനസ്സ് നേരെയാവുന്നുണ്ടോ? പക്ഷെ ആ തലത്തിലേക്ക് ആരും ശ്രദ്ധിക്കുന്നേ ഇല്ല. നീ കായത്തോട് അഴുന്തി നീങ്ങി അരുളാഹാദോ എന്ന് ശലിപ്പാനേൻ. എന്തിന് നീ ചലിക്കുന്നു, വ്യാകുലപ്പെടുന്നു? നിന്റെ മനസ്സ് എന്തിന് വിഷമിക്കുന്നു? ഈ ശരീരത്തെ ചൊല്ലി. ഈ ശരീരമാണ് പ്രശ്നം. ഈ ശരീരം ഉള്ളിടത്തോളം നമുക്ക് ആത്മാവിനെ സാക്ഷാത്കരിക്കാൻ പറ്റില്ല. ഈ ദേഹത്തെ അങ്ങ് ഇല്ലാതാക്കി കഴിഞ്ഞാൽ അത് വളരെ പ്രകടമായി നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും, അല്ലെങ്കിൽ നമുക്കതിനെ വ്യക്തമായി സാക്ഷാത്കരിക്കാം. ഇതൊക്കെ അജ്ഞാനിയുടെ തെറ്റിദ്ധാരണയാണ്. ആത്മസാക്ഷാത്കാരത്തിന് ശരീരം ഒരു തടസ്സമേ അല്ല. ഈ ശരീരം പോയത് കൊണ്ട് ആത്മാവ് കൂടുതൽ തെളിയും എന്നും വിചാരിക്കണ്ട. ആത്മാവിൽ ശ്രദ്ധ പതിപ്പിക്കൂ, അതവിടെ ഇരുന്നോട്ടെ. ഈ ശരീരം എന്ത് ചെയ്തു? അതിന്റെ ഉള്ളിലുള്ള ഉൾപ്പൊരുളിനെ വേണ്ടേ നാം അന്വേഷിക്കാൻ. അവിടെ അന്വേഷിക്കാതെ ഈ ശരീരം തടസ്സം, ശരീരം തടസ്സം എന്ന് പുലമ്പുന്നത് എന്തിന്? വിഷമിക്കുന്നത് എന്തിന്? ശരീരം പോയത് കൊണ്ട് ആ അരുൾ അല്ലെങ്കിൽ മോക്ഷം അത് സിദ്ധിക്കും എന്ന് കരുതാൻ നിർവാഹമില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള മനസ്സിന്റെ വിഷമങ്ങളെയൊക്കെ ഉള്ളിൽ നിന്ന് കളയൂ. എന്റെ ശലിപ്പാനെ എതിരറ്റ പൂർണ്ണത്തെ, എതിരറ്റ, എതിരെന്ന് പറഞ്ഞാൽ ഇതിന് നേരെ വിപരീതമായത്, വിരുദ്ധമായത് എന്നർത്ഥം. എതിർലിംഗം, എതിർപദം എന്ന് പറയാറില്ല, നമ്മൾ വിപരീത പദം എന്നാണ് പറയുന്നത്. നന്മ തിന്മ, ദുഷ്ടൻ ശിഷ്ടൻ, നീതി അനീതി, ഉത്തമർണൻ അധമർണൻ. എന്താണ് ഈ ഉത്തമർണനും അധമർണനും? ഉത്തമർണൻ എന്ന് പറഞ്ഞാൽ കടം കൊടുത്തവൻ, അധമർണൻ എന്ന് പറഞ്ഞാൽ കടം വാങ്ങിച്ചവൻ. ലെൻഡറും ബോറോവറും. എപ്പോഴും പണം കടം കൊടുക്കുന്നവനാണ് മേലെ. കാരണം അതവന് പിന്നീട് യോഗം ഉണ്ടെങ്കിൽ തിരിച്ചു കിട്ടുന്നുണ്ടല്ലോ. യോഗം ഉണ്ടെങ്കിൽ തിരിച്ചു കിട്ടുമല്ലോ. ഇവൻ കൊടുക്കാൻ ബാധ്യസ്ഥനായതുകൊണ്ട് ഇവൻ എപ്പോഴും ഒരു ലയബിലിറ്റി ഉണ്ട്, ഒരു ബാധ്യതയുണ്ട് ആ കടം തിരിച്ചു കൊടുക്കാൻ. അതുകൊണ്ട് അധമർണൻ എന്ന് പറഞ്ഞാൽ കടം വാങ്ങിച്ചവൻ, ഉത്തമർണൻ എന്ന് പറഞ്ഞാൽ കടം കൊടുത്തവൻ. ഇത് രണ്ടും വിപരീത പദങ്ങളാണ്. ഇവിടെ എതിരറ്റ പൂർണ്ണത്തെ, എതിരില്ലാത്ത എന്ന് പറഞ്ഞാൽ തനിക്ക് അന്യമല്ലാത്ത, ആത്മാവിന്റെ വിപരീത പദമാണ്, ബോധത്തിന്റെ എതിർപദമാണ് ജഡം. തെറ്റ്. ബോധത്തിനെതിരില്ല എന്നുള്ളതാണ് സത്യം. അന്വേഷണത്തിന്റെ ആരംഭദശയിൽ 2 ഘടകങ്ങളേ ഉള്ളൂ. ബാലകൃഷ്ണൻ നായർ സാറിന്റെ മിക്കവാറും പുസ്തകങ്ങളുടെ വ്യാഖ്യാനം തുടങ്ങുന്നത് ഇങ്ങനെയാണ്. അന്വേഷണത്തിന്റെ ആരംഭദശയിൽ 2 ഘടകങ്ങളേ ഉള്ളൂ. അവ പരസ്പര വിരുദ്ധങ്ങളാണ്. ഇരുട്ടും വെളിച്ചവും എന്ന പോലെ ആ 2 ഘടകങ്ങളെയാണ് ബോധം, ജഡം എന്ന് പറയുന്നത്. അത് ആരംഭത്തിന്റെ അല്ല, അത് അന്വേഷണത്തിന്റെ ആരംഭദശയിലാണ്. അവസാന ഘട്ടത്തിലോ ജഡമില്ല, ബോധം മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ തുടങ്ങിയപ്പോ അംഗീകരിച്ച ജഡമോ അത് ബോധം തന്നെ എന്ന് പറഞ്ഞാൽ ബോധത്തിന്റെ ഒരു പ്രകടനം, മായാപ്രകടനം. അപ്പോഴാണ് ജഡമുണ്ട് എന്ന് നമ്മൾ കരുതുന്നത്. അല്ലാതെ ബോധത്തിൽ നിന്ന് ഭിന്നമായി ഒരു ജഡവും ഇവിടെ ഇല്ല. ഇവിടെ വാസ്തവത്തിൽ പ്രകാശം മാത്രമേ ഉള്ളൂ. ഈ ലോകത്തിൽ പ്രകാശം മാത്രമേ ഉള്ളൂ, ഇരുട്ട് എന്നൊന്നില്ല. അല്ല, നമ്മൾ ഇരുട്ട് അനുഭവിക്കുന്നുണ്ടല്ലോ. കറണ്ട് പോയാൽ രാത്രിയായാലും ഒക്കെ ഇരുട്ട് അനുഭവിക്കുന്നുണ്ടല്ലോ. ഇരുട്ടൊരു വസ്തുവല്ല, പ്രകാശക്കുറവിനെയാണ് നമ്മൾ ഇരുട്ടെന്ന് പറയുന്നത്. പ്രകാശം മങ്ങി മങ്ങി പൂർണ്ണമായി അഭാവത്തെ പ്രാപിക്കുമ്പോൾ ആ അവസ്ഥയെയാണ് ഇരുട്ടെന്ന് പറയുന്നത്. ഇരുട്ടൊരു വസ്തുവല്ല. ഇനിയും വേണോ തെളിവ്? ഇരുട്ടുള്ള ഒരു മുറിയിൽ പ്രകാശത്തെ നമുക്ക് കൊണ്ടു ചെല്ലാം, അതോടുകൂടി ഇരുട്ടില്ലാതാവുകയും ചെയ്യും. പ്രകാശം ഇരിക്കുന്ന മുറിയിൽ ഇരുട്ടിനെ ഒന്ന് കൊണ്ടുവരും നോക്കട്ടെ, അത് പറ്റുന്നുണ്ടോ? അതെന്തേ പറ്റാത്തത്? ഇരുട്ടുന്നൊരു വസ്തുവില്ല, ഉണ്ടെങ്കിലല്ലേ നിങ്ങൾ കൊണ്ടുവരൂ. പക്ഷെ പ്രകാശം തന്നുണ്ട്, അതുകൊണ്ട് അതിനെ ഇരുട്ട് മുറിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പൊ പിന്നെ ഈ ഇരുട്ടെന്താണ്? പ്രകാശത്തിന്റെ അഭാവം, അസാന്നിധ്യം. അതൊരു വസ്തുവല്ല. അപ്പൊ പ്രകാശവും പ്രകാശത്തിന്റെ സാന്നിധ്യവും പ്രകാശത്തിന്റെ അസാന്നിധ്യവും. അസാന്നിധ്യത്തെ നമ്മളൊരു വസ്തു എന്ന് പറയില്ല, ഒരു വസ്തു ഉണ്ട് എന്ന് പറയും. ആ വസ്തുവിന്റെ അഭാവത്തെ ഒരു നിലനിൽപ്പായിട്ട് നമുക്ക് അംഗീകരിക്കേണ്ട കാര്യമില്ല. എന്തിനാ? ഒരു മേശ, ഇവിടെ ഒരു മേശയുണ്ട് അല്ലെങ്കിൽ പേനയുണ്ട്, അതൊരു അസ്തിത്വമാണ്.
ആ പേന അവിടുന്ന് എടുത്തു മാറ്റിയാൽ പേനയുടെ അഭാവം അതൊരു വസ്തുവാകുമോ? ഒരു വസ്തുവും വസ്തുവിന്റെ അഭാവവും, ബോധവും ബോധത്തിന്റെ അഭാവവും എന്ന് പറഞ്ഞാൽ ബോധാനുഭവം ഇല്ലാതിരിക്കുന്ന അവസ്ഥ, അതിനെയാണ് അജ്ഞാനം എന്ന് പറയുന്നത്. ആ അവസ്ഥയിലാണ് ജഡങ്ങൾ സത്യങ്ങളാണ് എന്ന് നാം കരുതുന്നു. ചുരുക്കം രണ്ടേ ഉള്ളൂ, രണ്ടല്ല, ഒന്നേ ഉള്ളൂ. തുടക്കത്തിൽ ഉള്ളതുപോലെ തോന്നും, അവസാനം ഒന്നിൽ ഒടുങ്ങണം. അദ്വൈതത്തിലാണ് നമ്മുടെ അന്വേഷണം പരിസമാപിക്കേണ്ടത്. എതിരറ്റ പൂർണ്ണത്തെ, എതിരില്ലാത്ത എന്ന് പറഞ്ഞാൽ വിപരീതമില്ലാത്ത, തനിക്ക് വിരുദ്ധമായിട്ട് മറ്റൊന്നുമില്ലാത്ത ആ പൂർണ്ണ വസ്തുവിനെ, പൂർണ്ണത്തെ ഒൻറുമിലൈ കാൺ. ആ പൂർണ്ണ വസ്തുവിൽ അതല്ലാതെ വേറൊന്നുമില്ല. ബോധത്തിൽ എന്തുണ്ട് എന്നുള്ളത് ഒരു വലിയ ചോദ്യമായിട്ട് ചോദിക്കും. ബ്രഹ്മത്തിൽ എന്തുണ്ട്? ബ്രഹ്മത്തിൽ പ്രപഞ്ചമുണ്ട് എന്ന് പറഞ്ഞൂടെ? പറ്റില്ല. പ്രപഞ്ചം വെറും ഭ്രമമാണ്, വെറുതെ ഉണ്ടെന്ന് തോന്നുന്നു. മരുഭൂമിയിൽ കാനൽ ജലമുണ്ട് എന്ന് നമ്മൾ പറയുമ്പോൾ അവിടെ ഒരു തുള്ളി വെള്ളമെങ്കിലും ഉണ്ടോ? ഇല്ല. പിന്നെന്താ? വെള്ളത്തിന്റെ തോന്നലുണ്ട്. ഒരു വസ്തുവിന്റെ തോന്നലുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് അത് വസ്തുവാകും? അതെങ്ങനെയാവും? സ്വപ്ന ലോകമുണ്ട് എന്ന് പറയുന്നത് പോലെ അനുഭവവേളയിൽ അത് സത്യമായി തോന്നുന്നു, ഉറങ്ങി എഴുന്നേറ്റാൽ ഉണർന്നാൽ അതില്ല. ആ പൂർണ്ണ വസ്തുവിൽ ഒൻറുമില്ലേ, ഒന്നുമില്ല. ഇല്ല എന്ന് പറയാൻ തമിഴില് ഇല്ലയെന്നും പറയും. അതിനെ കുറച്ചുകൂടെ ചുരുക്കി ഇലൈ, ഇല്ല. കാൺ, മനസ്സിലാക്കിക്കോളൂ, നല്ലതുപോലെ ഗ്രഹിച്ചോളൂ. ഉനക്ക്, നീയാകുന്ന ബോധസ്വരൂപന് നിന്നിൽ നിന്ന് അന്യമായി ശരീരമോ ഇന്ദ്രിയങ്ങളോ മനസ്സോ ബുദ്ധിയോ പ്രപഞ്ചമോ ഒന്നും തന്നെ ഇല്ല. അവയൊക്കെ ഉണ്ടെങ്കിൽ അത് നീ തന്നെ. നിന്റെ ഒരു തോന്നൽ, നിന്റെ സാന്നിധ്യത്തിലാണ് അവ ഉള്ളതായിത്തീരുന്നത്. അവയെ ഉണ്ടെന്ന് പറയുന്നത് നീയാണ്. അവയൊന്നും നിന്നോട് വന്ന് പറയുന്നില്ല ഞാനുണ്ടെന്ന്. അതുകൊണ്ട് ജഡം ഭ്രമം, ബോധം സത്യം. ഒൻറുമിലൈ കാൺ ഉനക്ക്, നിനക്ക് നീയല്ലാതെ വേറൊന്നുമില്ല. നീയാകുന്ന പൂർണ്ണവസ്തു മാത്രമേ ഇവിടെ യഥാർത്ഥത്തിൽ നിലവിലുള്ളൂ. നീ നിന്റെ മാംസ ശരീര ഭാവന തടിപ്പിച്ച് അരുൾ ശരീരം എനിക്ക് കിട്ടുകയില്ലയോ എന്ന് സംശയിക്കുന്നത് എന്തിന്? അരുൾ ശരീരം എന്ന് പറഞ്ഞാൽ ഈശ്വര കടാക്ഷം, മോക്ഷം, ജ്ഞാനം, അത് തന്നെയാണ് അരുൾ ശരീരം. മാംസ ശരീര ഭാവനയെ തടിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ശരീരമാണ്, എപ്പോഴും ശരീരത്തെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക, ശരീരത്തിന്റെ കാര്യങ്ങളിൽ അമിത ശ്രദ്ധ കാണിക്കുക. ശ്രദ്ധ കാണിക്കുന്നതിൽ തെറ്റില്ല, അമിത ശ്രദ്ധ. ചിലർക്ക് എപ്പോഴും അവരവരുടെ ശരീരത്തെ കുറിച്ചാണ് ചിന്ത. അവരുടെ ശരീരത്തെ അവർ പരിശോധിച്ചുകൊണ്ടേയിരിക്കും. തൊലിയിൽ എന്തോ ഒരു നിറവ്യത്യാസം ഉണ്ടല്ലോ, ഇനി ഇത് വല്ല ചർമ്മരോഗം വല്ലതുമാണ്. ഒരു തലവേദന വന്നു കഴിഞ്ഞാൽ ഉടനെ സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്ത് പോകും. അകത്ത് വല്ല ട്യൂമർ വല്ലതും വളരുവാണോ? നേരത്തെ കണ്ടുപിടിച്ചാൽ ഇപ്പം തന്നെ അങ്ങ് ശസ്ത്രക്രിയ ചെയ്ത് നീക്കാമല്ലോ. അവർക്ക് ശരീരമാണ് പരമസത്യം. ഈ ആത്മാവിനെ കുറിച്ച് പറഞ്ഞാൽ അവർക്ക് ഈ ശരീരത്തിന്റെ തലത്തിനപ്പുറത്ത് പോകാൻ പറ്റുന്നില്ല. ഞാൻ ഈ ദേഹമല്ല എന്ന് സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. എന്നിട്ട് വേണ്ടേ ജാഗ്രതയിൽ വിചാരിക്കാൻ. അപ്പൊ അരുൾ ശരീരം എനിക്ക് കിട്ടുകയില്ലയോ എന്ന് സംശയിക്കുന്നത് എന്തിന്? ആകാശത്തിൽ മറ്റു പല വസ്തുക്കളും ഉണ്ടായി അതിൽ തന്നെ ഒടുങ്ങുന്ന നില നിനക്ക് നിത്യം അനുഭവമില്ലയോ? നമ്മളൊക്കെ അനുഭവിക്കുന്നതാണല്ലോ. ആകാശത്തിലാണല്ലോ മേഘങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത്. ഇവ എവിടെ പോയി മറയുന്നു? ഇതേ ആകാശത്തിൽ. വേറെ എവിടെ ചെന്ന് മറയും? മഴമേഘങ്ങളായാലും പെൺമേഘങ്ങളായാലും എവിടെന്നോ ഇങ്ങനെ പറന്നു വരുന്നു. കുറച്ചു നേരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു, എങ്ങോട്ടോ പറന്നകലുന്നു. ഇവ എവിടെ നിന്ന് വരുന്നു? എങ്ങോട്ടാ പോകുന്നത്? ആരെങ്കിലും നോക്കാറുണ്ടോ? ഇതുപോലെ തന്നെയല്ലേ നമ്മുടെ ചിത്താകാശത്തിൽ വരികയും പോവുകയും ചെയ്യുന്ന ചിന്തകളാകുന്ന മേഘങ്ങൾ? ഇതെവിടുന്നാ വരുന്നത്? നമ്മൾ പറയുന്നത് എൻ്റെ മനസ്സിൽ. ശരി, നിങ്ങളുടെ മനസ്സിൽ നിന്നാണ് വരുന്നതെങ്കിൽ ഈ മനസ്സിനെ ഒന്ന് കീറി മുറിച്ച് ഇതുപോലെ എത്ര എണ്ണ അതിനകത്ത് ഒളിഞ്ഞു കിടപ്പുണ്ടെന്ന് പറഞ്ഞേ അത് പറ്റുമോ? എൻ്റെ മനസ്സിൽ ചിന്തകൾ വരുന്നു എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള പൂർണ്ണ വിവരം നിങ്ങൾ വിവരാവകാശ നിയമപ്രകാരം തരാൻ ബാധ്യസ്ഥനാണ്. എന്തൊക്കെ വരും, ഇനി എന്തൊക്കെ ചിന്തകൾ ഈ മനസ്സിൽ നിന്ന് പൊട്ടിപ്പുറപ്പെടും, ആർക്ക് പറയാൻ പറ്റും? അപ്പൊ പിന്നെ എൻ്റെ മനസ്സ്, എൻ്റെ ചിന്ത എന്നൊക്കെ പറയുന്നതിന് വല്ല അർത്ഥമുണ്ടോ? എന്തോ ഇങ്ങനെ വരുന്നു, നമ്മുടെ ശ്രമമില്ലാതെ തന്നെ അവ അകന്നു പോവുകയും ചെയ്യുന്നു, അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നു. ഇതിനിടയ്ക്ക് ഞാൻ അതുമായിട്ട് എന്നെ ബന്ധിപ്പിച്ച് ചിരിക്കുകയും കരയുകയും ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ? സദ്ഭാവന, ബ്രഹ്മചിന്ത വരുമ്പോ ഒരു സന്തോഷം, കൊള്ളാം, ഞാൻ ആധ്യാത്മികമായി കുറേയധികം പുരോഗമിച്ചിട്ടുണ്ട്, സന്തോഷം.
കുറച്ച് കഴിയുമ്പോഴായിരിക്കും ഒരു വൃത്തികെട്ട ചിന്ത ഇതേ മനസ്സിൽ കയറി വരുന്നത്. അപ്പൊ വിഷമമായി. എന്താ? പവിത്രമായ എൻ്റെ മനസ്സിൽ അപവിത്രമായ ചിന്തകൾ, മോശമായ ചിന്തകൾ. അപ്പൊ എൻ്റെ മനസ്സിന് അത്രയും ശുദ്ധി കിട്ടിയിട്ടില്ലല്ലേ, ഇപ്പോഴും അതിൽ അശുദ്ധി ഉണ്ടല്ലേ. ഇതൊക്കെ അനലൈസ് ചെയ്യാൻ എന്തിന് മെനക്കെടുന്നു? ആ സമയത്ത് ഈ സമയം കൊണ്ട് ഈ വന്ന ചിന്തയെയും എന്ന് പറഞ്ഞാൽ നല്ല ചിന്തയെയും മോശപ്പെട്ട ചിന്തയെയും ബ്രഹ്മമായി കണ്ടുകൂടെ എന്നാണ്. ഇതിനെയും നന്മ തിന്മ എന്ന് വേർതിരിച്ച്, നന്മയാണെങ്കിൽ ഒരു സന്തോഷവും തിന്മയാണെങ്കിൽ മനസ്സിനൊരു വിഷമവും, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ ചപ്പ് ചവർ ചകയരുത്, അത് കോഴിയുടെ ജോലിയാണ്. മനുഷ്യനത് ചകയരുത്. എന്താണ് ചപ്പ് ചവറ്? നല്ല ചിന്തകളും മോശപ്പെട്ട ചിന്തകളും. ഇതിങ്ങനെ കിളറി കിളറി ഇതിൽ എത്ര നല്ലതുണ്ട് എത്ര മോശമുണ്ട്. ഈ കിളറുന്നതേ അബദ്ധമാണ്. ചകയുന്നതുണ്ടല്ലോ, ചകയുന്നത് മനുഷ്യന് ചേർന്ന പണിയല്ല. എന്ത് ചിന്തകൾ, അത് എത്ര ഉദാത്തമോ എത്ര നികൃഷ്ടമോ ആയിക്കൊള്ളട്ടെ, അവ വരികയും പോവുകയും ചെയ്യുമ്പോൾ അവയിൽ നിന്ന് അകൽച്ച പാലിക്കൂ. ഇത് സാധ്യമാണോ എന്ന് മാത്രം നോക്കുക, അല്ലാതെ അതിനെ വിശകലനം ചെയ്യാൻ പോരുത്. ഈ വരുന്നത് നല്ലതാണോ മോശമാണോ. ഈ ചിന്തകൾ വരാതെ ഇരിക്കുന്ന ഒരവസ്ഥയിൽ എത്താൻ പറ്റുന്നുണ്ടോ? അതാണ് നല്ലത്, അതാണ് ഏറ്റവും നല്ലത്. ചിന്താരഹിതമായ സ്ഥിതി. ഈ വന്നു പോകുന്നതിനെ വിവേചിച്ച് അറിഞ്ഞിട്ട് എന്ത് പ്രയോജനം? ആകാശത്തിൽ മറ്റു പല വസ്തുക്കളും ഉണ്ടായി അതിൽ തന്നെ ഒടുങ്ങുന്ന നില നിനക്ക് നിത്യം അനുഭവമല്ലയോ? അതുപോലെ നിന്റെ ജീവബോധം ഒന്നിനോടും എതിരിട്ട് ചെല്ലാതെ അരുളിൽ മുഴുകി സ്വയം അറ്റുപോകുമ്പോൾ ഈ അഹങ്കാരം ആത്മാവിൽ ലയിക്കാനുള്ളത്. എല്ലാ കുമിളകളും സമുദ്രത്തിൽ അസ്തമിക്കാൻ അല്ലെങ്കിൽ പൊട്ടി ആ സമുദ്ര ജലമായി മാറാനുള്ളതാണ്. ഈ നിയമത്തിൽ നിന്ന് ഏതെങ്കിലും കുമിള ഇന്നേ വരെ മാറി നിൽക്കാൻ ഒരു കുമിളയ്ക്ക് പറ്റിയിട്ടുണ്ടോ? ഇനിയൊരു കുമിളയ്ക്ക് അത് സാധിക്കുമോ ഭാവിയിൽ? കുമിളയാണെങ്കിൽ പൊട്ടും, അത് സമുദ്രമായി തീർന്നേ പറ്റൂ. എന്തുകൊണ്ട്? അത് പൊന്തിയത് സമുദ്രത്തിലാണ്. ഇതുപോലെ ഏത് ഭാവവും നല്ലത് ചീത്ത ഇതൊന്നും ഇങ്ങനെ വേർതിരിക്കാൻ പോണ്ട, ഒക്കെ ബോധത്തിന്റെ പ്രകടനമാണ്. ബോധപ്രകടനങ്ങളൊക്കെ ബോധത്തിൽ തിരിച്ച് ലയിച്ചേ പറ്റൂ, നമ്മുടെ ശ്രമം ഇല്ലെങ്കിലും. അപ്പൊ അവിടെ പോരിനിറങ്ങരുത്, മൽപ്പിടുത്തം നടത്താൻ ശ്രമിക്കരുത്. അവിടെയൊക്കെ തൻ്റെ സ്വരൂപത്തെ ഉറപ്പിച്ചോളൂ. ഞാൻ ആത്മാവാണ്, ഈ ചിന്തകൾക്കും എനിക്കും ഒരു ബന്ധവുമില്ല. എന്ത് വേണമെങ്കിലും വന്നോട്ടെ, പൊക്കോട്ടെ. വരുമ്പോ വിഷമവും പോകുമ്പോ സങ്കടവും. ഇതാണ് നല്ല ചിന്തകൾക്ക് സംഭവിക്കുന്നത്. വരുമ്പോ വിഷമവും പോകുമ്പോ സന്തോഷവും. ഇതാണ് ദുഷ്ചിന്തകൾ. ഒരു മോശപ്പെട്ട ചിന്ത വന്നു കഴിഞ്ഞാൽ മനസ്സിന് വിഷമമായി, അത് അപ്രത്യക്ഷമായാൽ സന്തോഷവും. അത് വേണ്ട. ഈ സന്തോഷിക്കുകയും സന്തപിക്കുകയും ചെയ്യുന്നത് മനസ്സാണ്. നമുക്ക് മനസ്സിന്റെ തലത്തെ തന്നെ അതിവർത്തിക്കണം. അതിനെന്ത് വേണം? മനസ്സുമായി അകൽച്ച പാലിക്കണം, ദൂരം പാലിക്കണം. വണ്ടികളൊക്കെ പോകുമ്പോൾ ഫ്രണ്ടിൽ മുമ്പിൽ പോകുന്ന ലോറിയുടെ പുറകിൽ എഴുതിയിട്ടില്ലേ, കീപ് ഡിസ്റ്റൻസ്, ദൂരം പാലിക്കൂന്ന്. എന്തിനാ? ഇല്ലെങ്കിൽ വന്ന് മുട്ടാതിരിക്കാൻ വേണ്ടി അല്പം ദൂരത്തിൽ അകൽച്ച പാലിച്ച് എൻ്റെ പുറകെ വന്നോളൂ എന്നാണ്. അപ്പോ ചിന്തകളുമായി താതാത്മ്യപ്പെടരുത്. ഇതാണ് നമ്മൾ പഠിക്കേണ്ട ആദ്യ പാഠം. അധ്യാത്മ ജീവിതത്തിൽ ഇറങ്ങുന്ന ഒരാൾ ആദ്യം പഠിക്കേണ്ടത്, എൻ്റെ മനസ്സിൽ വരുന്ന ഒരു ചിന്തയുമായും ഞാൻ താതാത്മ്യപ്പെടില്ല. താതാത്മ്യപ്പെട്ടില്ലെങ്കിൽ സുഖവും ദുഃഖവും അല്ലെങ്കിൽ സന്തോഷവും സന്താപവും ഉണ്ടാവില്ല. താതാത്മ്യപ്പെടലാണ് ഈ ദ്വൈതഭാവങ്ങൾ ഉണ്ടാകാൻ കാരണം. അതുപോലെ നിന്റെ ജീവബോധം ഒന്നിനോടും എതിരിട്ട് ചെല്ലാതെ അരുളിൽ മുഴുകി സ്വയം അറ്റുപോകുമ്പോൾ നീ അരുൾമയമായി മാത്രം ശേഷിക്കും. നമ്മൾ ബോധമായി അവശേഷിക്കേണ്ടവരാണ്. അത് സംഭവിക്കും. ക്ഷമയില്ല, ക്ഷമയോടെ കാത്തിരിക്കൂ. ക്ഷമയില്ലാത്തവന് ഒരിടത്തും ഗതിയില്ല. എവിടെ പോയാലും അയാൾ അക്ഷമനായിരിക്കും, അസ്വസ്ഥനായിരിക്കും. കാത്തിരിക്കാനുള്ള ഒരു സന്മനസ് കാണിക്കണ്ടേ നമ്മൾ? വരട്ടെ, ആത്മജ്ഞാനം അത് വരും, അങ്ങടുത്ത് വരും, സമയാവുമ്പം വരും. മുക്തി മോക്ഷം കിട്ടും. അടങ്ങിയിരിക്കൂ. ഈ ചാട്ടം ആദ്യം നിർത്തൂ. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ പാച്ചിലുണ്ടല്ലോ, ആ പാച്ചിൽ നിലയ്ക്കട്ടെ. ബാക്കി ഉള്ളത് മോക്ഷമാണ്. അത് നിങ്ങളുടെ ഓടി എത്തേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ ഈ ചാട്ടം നിന്നാൽ എന്തുണ്ടോ അതാണ് മോക്ഷം. പക്ഷെ ചാട്ടം നിർത്താൻ മാത്രം ആരും ശ്രമിക്കുന്നില്ല. ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ മനസ്സ് ചാടിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ആ അവസരത്തിലും നിനക്ക് ഇപ്പോൾ അനുഭവമാകുന്ന ദേഹാദി പ്രപഞ്ചങ്ങൾ ഒന്നുമേ തോന്നുകയില്ല. ഈ മോക്ഷാനുഭവത്തിൽ ശരീരത്തെ വിസ്മരിക്കുമ്പോൾ, ആത്മാവുമായി ഏകീഭവിക്കുമ്പോഴും ഈ ദേഹബോധം ഉണ്ടാവില്ല. നീ അതുല്യമായ പരിപൂർണമല്ലയോ? ഈ ആത്മാവിനെ പോലെ അത് മാത്രമേ ഉള്ളൂ.
അദ്വൈതം അദ്വിതീയം എന്നൊക്കെയല്ലേ പറയുന്നത്. ആ ഒന്നിലാണ് അനേകങ്ങളുടെ നിലനിൽപ്പ്. ഒന്നിൽ നിലനിൽക്കുന്ന പലതുകൾ ഒന്നാവാനല്ലേ പറ്റൂ. പിന്നെ ആ വേറെ വേറെ എന്നുള്ളത് നമ്മൾ സങ്കല്പിക്കുന്നതാണ്, നമ്മുടെ ഒരു ഭ്രമം മാത്രമാണ്. ഒന്നിൽ നിന്നുണ്ടായതൊക്കെ ഒന്നാവാനേ പറ്റൂ. ഒന്നിൽ നിന്നുണ്ടായതാണ് 2, 3, 4 എല്ലാ സംഖ്യകളും ഒന്നിൽ നിന്നുണ്ടായതാണ്. അതൊക്കെ ഒന്ന് തന്നെയാണ്. എങ്ങനെ അറിയാം? പറഞ്ഞിട്ടുണ്ടല്ലോ ഇതിനു മുമ്പ്. 2 എന്ന് പറഞ്ഞാൽ എന്താ? 2 1. 10 എന്ന് പറഞ്ഞാൽ 10 1. 100 എന്ന് പറഞ്ഞാൽ 100 ഒന്നാണത്. ഈ ഒന്നില്ലെങ്കിൽ ഈ 100 ഉണ്ടോ? ഒന്നിന്റെ 100 ഇരട്ടിയല്ലേ? 1 100 പ്രാവശ്യം ചേരുമ്പോഴല്ലേ 100 ആവുന്നത്. ഒന്നില്ലാതെ മറ്റ് സംഖ്യകൾക്ക് നിലനിൽപ്പില്ല. അതുപോലെ ഈ പരമാത്മാവാകുന്ന ഒന്നില്ലാതെ വൈവിധ്യങ്ങൾ നിറഞ്ഞ പ്രപഞ്ചത്തിനും നിലനിൽപ്പില്ല. അടുത്ത പദ്യം വായിക്കാം. പഴക്കം കൊടിയത് പാർ, പാറയിനും കോഴി കിഴിക്കും പൊലിയൈ കിളറും, വിഴുത്തും കുരുടർക്ക് ഒളിപ്പകയായി കൂശി കോൽ പോടാർ, അരുളൈ പകുക്കും ആത്മാ. ആത്മാ എന്ന് പറഞ്ഞാൽ ആത്മാ. നമ്മളൊരു കൂടെ ചേർക്കും, ആത്മാവ്. ആത്മാ എന്ന് പറഞ്ഞാൽ മതി. സംസ്കൃതത്തിൽ അത്രയേ ഉള്ളൂ. ആത്മാ, ആത്മാനോ, ആത്മാനഹ. നകാരാന്തം പുല്ലിംഗം രാജശബ്ദം പോലെയാണ്. രാജ, രാജാ, രാജാനഹു, രാജാനഹ പോലെ ആത്മാ എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ മലയാളികൾക്ക് സംസ്കൃത ഉകാരം വളരെ ഇഷ്ടമുള്ള ഒന്നാണ്. ഏതുപോലെ തമിഴ്നാട്ടിലുള്ളവർക്ക് ഐ എന്ന് അവസാനിക്കുന്നത് വലിയ ഇഷ്ടമാണ്. കുടൈ, വാഴൈ, മലൈ, വളൈ, ഓടൈ. നമ്മൾ ഓട, മാല, വള ഇങ്ങനെ പറയും. മനൈ വീട്, നമ്മൾ മന എന്ന് പറയും. അപ്പോൾ ഓരോ ഭാഷക്കാർക്കും അവരവരുടേതായ ചില ഇഷ്ടങ്ങളുണ്ടല്ലോ. മലയാളികൾക്ക് ഇഷ്ടം മാവ്, പാല്, പൂവ്. ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ നമ്മൾ എന്ന് കൊണ്ട് അവസാനിപ്പിക്കാൻ നോക്കും. അതാണ് മലയാളികൾക്ക് ഇഷ്ടം. അവർക്ക് ഐ ആണ് ഇഷ്ടം. പഴക്കം കൊടിയത് പാർ. പഴക്കം, ഹാബിറ്റ്, ശീലം, വാസന, അത് ഭീകരമാണ്. കൊടിയത് എന്ന് പറഞ്ഞാൽ ക്രൂരമാണ്, ഭയം ജനിപ്പിക്കുന്നതാണ്. ഏത്? വാസന. അത്ര പെട്ടെന്നൊന്നും അത് പോവില്ല. പഴക്കം കൊടിയത് പാർ. കാണൂ ശിഷ്യ, സാധക, പഴക്കം കൊടിയത്. പഴകുന്നതാണ് പഴക്കം. നമ്മൾ മലയാളത്തിലെ പഴക്കം, ഈ കെട്ടിടത്തിന് 5 കൊല്ലത്തെ പഴക്കമുണ്ട്, ആ പഴക്കമല്ല. അത് പഴകിയത്, പഴകിയതിന്റെ ഭാവം പഴക്കം. ഇവിടെ പഴകിയത് എന്ന് പറഞ്ഞാൽ ശീലിച്ചത്, ചിരകാലം ആവർത്തിച്ചത്, അഭ്യസിച്ചത്. വാസന, ശീലം, സ്വഭാവം എന്നൊക്കെയാണ് അർത്ഥം. ആ പഴക്കം, ഹാബിറ്റ് നല്ലതായാലും മോശമായാലും മോശമാണ്. ഈ നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കണം എന്നല്ലേ പറയുന്നത്. തന്നെ അതിലൊന്നും തർക്കമൊന്നുമില്ല. മോശമായ ശീലങ്ങളെ അപേക്ഷിച്ച് നല്ല ശീലം നല്ലത് തന്നെയാണ്. പക്ഷേ ശീലം തന്നെ മോശമാണ്. അത് നല്ലതായാലും ചീത്തയായാലും അതെന്താ? അതൊരു വാസനയായി നമ്മുടെ ഉള്ളിൽ കടന്നുകൂടും. മനസ്സിന് ആ ചെയ്തത് തന്നെ വീണ്ടും ചെയ്യാനുള്ള ഒരു പ്രേരണ ഉണ്ടാവും. അതൊക്കെ മനസ്സിനെ നിലനിർത്തുന്ന ഘടകങ്ങളാണ്. എന്തെങ്കിലും ഒന്ന് ചിരകാലം അഭ്യസിച്ചാൽ പിന്നെ നമ്മുടെ അനുവാദമില്ലാതെ തന്നെ മനസ്സ് ആ ചാനലിലൂടെ ഒഴുകും. അത് നല്ല ശീലമായാലും ദുശ്ശീലമായാലും. അതുകൊണ്ട് ദുശ്ശീലത്തിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി നല്ല ശീലമാകുന്ന ഓവ് ചാലിലൂടെ നിങ്ങളുടെ മനസ്സാകുന്ന ജലത്തെ ഒഴുക്കി വിടൂ. പക്ഷേ അത് ഒഴുകി ഒഴുകി അവസാനം വറ്റിപ്പോണം. എന്ന് ഒഴുകിക്കൊണ്ടിരുന്നാൽ ശരിയാവില്ല. നല്ല ജലം തന്നെ. പക്ഷെ ആ ജലം അവസാനം ബാഷ്പമായി ആകാശത്തിലേക്ക് ഉയരേണ്ടതാണ്. വാസന നാശമാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ വാസനകളെ നല്ല മാർഗത്തിലൂടെ ചലിപ്പിക്കുകയില്ല. പിന്നെ ചലിപ്പിക്കണമെന്ന് ശാസ്ത്രങ്ങൾ പറയുന്നത് എന്തുകൊണ്ട്? അത് മോശമായ ചാലിലൂടെ ഒഴുകാതിരിക്കാൻ വേണ്ടി. അതുകൊണ്ട് ഇങ്ങോട്ടൊരു ചാല്, ഇങ്ങോട്ടൊരു കനാല് വെട്ടി ഇതിലൂടെ ഒഴുകൂ. ആ മനസ്സിന്റെ ഊർജത്തെ, പ്രാണശക്തി അല്ലെങ്കിൽ മനഃശക്തി, ചിന്തകൾ, സങ്കല്പങ്ങൾ, അതിനെ ഒരു ചാനൽ ഉണ്ടാക്കി ആ നല്ല ചാനലിലൂടെ അതിനെ ഒഴുക്കി വിടൂ. എന്തുകൊണ്ട്? അത് ദിശ മാറി ഒഴുകാതിരിക്കാൻ. പക്ഷേ അന്തിമമായി നമുക്ക് മനസ്സിന്റെ വൃത്തികൾ തന്നെ അസ്തമിക്കണം. വെള്ളം തന്നെ വറ്റിപ്പോണം, അല്ലെങ്കിൽ ബാഷ്പമായി പോണം. അതുകൊണ്ട് ഈ ഹാബിറ്റിനടിമയാകരുത്. ശീലം നമുക്ക് പോലും അറിയാൻ പറ്റില്ല നമ്മളിൽ എന്തൊക്കെയാണ് ചിരകാല അഭ്യാസം കൊണ്ട് ശീലമായി, വാസനയായി അടിഞ്ഞുകൂടിയിരിക്കുന്നത് എന്നുള്ളത്. അതറിയാനൊരു എളുപ്പ വഴിയുണ്ട്. നിങ്ങൾ ദിവസേന ചെയ്യുന്ന ഏതെങ്കിലും ഒരു കാര്യം,
അത് എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, കാപ്പി കുടിക്കുന്നത് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ബെഡ് കോഫി ചിലർക്ക് നിർബന്ധമാണല്ലോ. ഇതൊരു വാസന ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കാൻ വലിയ എളുപ്പമാണ്. ഒരു ദിവസം കാപ്പി കിട്ടിയില്ല, നിങ്ങളുടെ മനസ്സ് അസ്വസ്ഥമാകുന്നെങ്കിൽ അത് വാസനയായി, ഇല്ലെങ്കിൽ ഇല്ല. കുളിക്കുക, ഇതൊരു വാസനയാണോ എന്ന് ചോദിച്ചാൽ ഒരു ദിവസം കുളിക്കാൻ പറ്റിയില്ല, നമ്മൾ അപ്സെറ്റ് ആവുന്നുണ്ടോ? ആവുന്നുണ്ടെങ്കിൽ അത് വാസനയാണ്. ദിവസേന ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തും ഏതെങ്കിലും ഒരു ദിവസത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റാതെയായാൽ നമ്മുടെ മനസ്സ് ക്ഷോഭിക്കുന്നുണ്ടോ? എങ്ങനെ ക്ഷോഭിക്കും? ദേഷ്യത്തിന്റെ രൂപത്തിൽ അത് പുറത്തു വരും. വീട്ടുകാരോടൊക്കെ കയർക്കും, അല്ലെങ്കിൽ സർക്കാരിനെ കുറ്റം പറയും. വാട്ടർ അതോറിറ്റി, ഇവന്മാരൊക്കെ എന്തിനാണ് കുടിവെള്ളം പോലും തരാത്ത ഒരു ഡിപ്പാർട്ട്മെന്റ്? ഇത്രയും കാലം കുടിവെള്ളം കുടിച്ചത് അവരുടെ അനുഗ്രഹം കൊണ്ടാണ്, അത് ഓർമ്മയില്ല. ഇന്നൊരു ദിവസം പൈപ്പിൽ വെള്ളം വന്നില്ല, ഇയാളുടെ മനസ്സിന്റെ സമനില നഷ്ടപ്പെട്ടു. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ എന്തിന് ക്ഷോഭിക്കണം എന്ന്, മനസ്സിനെ എന്തിന് അസ്വസ്ഥമാക്കണം, അതിൽ അസ്വസ്ഥത എന്തിന് കടന്നു വരണം, ഇതാരും ചിന്തിക്കുന്നില്ല. അതിനെ നമ്മൾ ആരിലെങ്കിലും അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. ദിവസവും അമ്പലത്തിൽ പോകണം, ദിവസവും പൂജ ചെയ്യണം, ദിവസവും നാമം ജപിക്കണം. സുഹൃത്തുക്കളെ, നിങ്ങൾ പറ്റുന്നിടത്തോളം ചെയ്യൂ. ചെയ്യണ്ടെന്ന് അഭിപ്രായമില്ല, ചെയ്യണം എന്ന് തന്നെയാണ് ശാസ്ത്രം പറയുന്നത്. പക്ഷേ അത് വാസനയാകാതെ നോക്കിക്കൊള്ളണം, അതിൽ വളരെ ശ്രദ്ധ പതിപ്പിക്കണം. എല്ലാവരും എല്ലാ ദിവസവും എല്ലാ കാര്യങ്ങളും ചെയ്തു എന്ന് വരില്ല. ചില ദിവസം ചെയ്യാൻ പറ്റാതായി പോകും. ചിലപ്പോൾ മലമൂത്ര വിസർജനത്തിനുള്ള സൗകര്യം പോലും ഇല്ലാന്ന് വരും. എന്ത് ചെയ്യും? അടക്കാൻ പറ്റുന്നിടത്തോളം അടക്കി നിർത്തുക, അല്ലെങ്കിൽ എന്താ, വേറെന്തെങ്കിലും മാർഗം നോക്കുക. വെള്ളമില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോഴും നാം ക്ഷോഭിക്കരുത്. ഇതാണ് ആത്മസാധന എന്ന് പറയും. ഇതാണ് ശരിയായ സാധന. എന്ത്? മനസ്സിനെ ക്ഷോഭിപ്പിക്കാതെ ഇരിക്കുക, ഏത് ഘട്ടത്തിലും മനസ്സിന്റെ സന്തുലിതാവസ്ഥ നിലനിർത്തുക. ഇതാണ് സാധന. സമത്വം യോഗ ഉച്യത്തെ. അപ്പോൾ ഈ ഹാബിറ്റ്, പഴക്കം കൊടിയത് പാർ, ഈ ഹാബിറ്റിനെ ഒന്ന് രണ്ട് ഉദാഹരണം പറയുക. കോഴി ചെകയുന്ന സ്വഭാവം നോക്കിക്കോളൂ. എപ്പോഴും അത് കാലുകൊണ്ട് ഈ ചപ്പിലും ചവറിലും ഒക്കെ ഇങ്ങനെ മാന്തിക്കൊണ്ടിരിക്കും. അതിൽ നിന്ന് എന്തെങ്കിലും കൃമിയോ കീടമോ തിന്നാനുള്ള എന്തെങ്കിലും കിട്ടണമെന്നുള്ളതാണ് ഉദ്ദേശ്യം. പക്ഷേ അതിന് ചകയാതിരിക്കാൻ പറ്റില്ല. ഈ കോഴിയുടെ ഒരു പര്യായപദം സംസ്കൃതത്തിൽ എന്നറിയാമോ? ചരണായുധം. കാലാണ് അതിൻ്റെ ആയുധം. ഒരു കോഴിയുടെ ശരീരത്തിൽ ഏറ്റവും ശക്തിയുള്ള ഭാഗം ഏതെന്ന് ചോദിച്ചാൽ അതിൻ്റെ കൊക്കും തലയും ഒന്നുമല്ല, കാലാണ്. പറന്നാണ് കൊത്തുന്നത് കോഴി, കാല് കൊണ്ടാണ് പ്രഹരിക്കുന്നത്. ചരണത്തെ ആയുധമാക്കി വെച്ചിട്ടുള്ളത് ഇതാണ് ചരണായുധം, കോഴിയുടെ പര്യായപദം. ഈ കോഴി എന്ത് ചെയ്യും? പാറയിനും കോഴി കിഴിക്കും. കിഴിക്കും എന്ന് പറഞ്ഞാൽ ചെകയും മാന്തും കിളറും. ഏതിൽ? പാറയിൽ. ചപ്പിലോ ചവറിലോ അത് ചെകഞ്ഞോട്ടെ, കുഴപ്പമില്ല, എന്തെങ്കിലും കിട്ടും. അതിനെ പാറപ്പുറത്ത് കൊണ്ട് ഇരുത്തിയാലും അതിൻ്റെ ആ പഴയ വാസന കാരണം ജീവിച്ചത് മുഴുവൻ ഈ ചെകയലിലാണ്. ജനിച്ച അന്ന് മുതൽ തുടങ്ങിയതാണ് ഈ ചെകയൽ. പാറപ്പുറത്ത് കൊണ്ടിരുത്തിയാലും ഈ കാല് കൊണ്ട് ആ പാറയുടെ ഉപരിതലത്തിൽ ചെകഞ്ഞുകൊണ്ടിരിക്കും, മാന്തിക്കൊണ്ടിരിക്കും. വാസന. പൂച്ചയുടെ അടുത്ത് അതിൻ്റെ ശരീരത്തെ നക്കാതിരിക്കാനെന്ന് പറഞ്ഞു നോക്കൂ. ശരീരം മുഴുവൻ നക്കി തുടയ്ക്കണം, തൻ്റെ കുഞ്ഞുങ്ങളെയും നക്കി വൃത്തിയായി സൂക്ഷിക്കണം. ഇതൊക്കെ പ്രകൃതി കൊടുത്തിട്ടുള്ളതാണ് പൂച്ചയ്ക്ക്. മാർജനം ചെയ്യുന്നത് കൊണ്ട്, തുടയ്ക്കുന്നത് കൊണ്ടാണ് അതിൻ്റെ പേര് മാർജാലൻ. എങ്ങനെ വന്നു ആ വാക്ക്? സദാ ശരീരത്തെ നക്കി തുടച്ച് വൃത്തിയാക്കുന്ന ജീവി, അതാണ് മാർജാലൻ. ആര് പറഞ്ഞു കൊടുത്തു? ഏതെങ്കിലും തള്ളപ്പൂച്ച തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ശരീരം നക്കി തുടച്ച് എങ്ങനെ വൃത്തിയായി ജീവിക്കണം എന്ന് ക്ലാസ് എടുക്കുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അമ്മ ചെയ്യുന്നത് കണ്ട് കണ്ട് പഠിച്ചതാണ് ഈ കുട്ടികൾ. നമ്മളും അങ്ങനെ തന്നെ. നല്ലത് പഠിക്കില്ലെന്നേ ഉള്ളൂ. അച്ഛൻ സിഗരറ്റ് പുകച്ചാൽ മകൻ എപ്പോൾ അത് പേപ്പർ കഷ്ണം ചുരുട്ടി വെച്ച് ഫൂന്ന് ഇവനും സിഗരറ്റ് വലിക്കുന്നത് പോലെ കാണിക്കും. അച്ഛൻ നല്ലത് ചെയ്താൽ അതൊന്നും അനുകരിക്കില്ല. എന്തുകൊണ്ടാണ്? മായ. നല്ലതിനെ അനുകരിക്കാൻ ഇവിടെ ആൾക്കാർക്ക് മനസ്സില്ല. മോശപ്പെട്ടതൊക്കെ പരീക്ഷിക്കണം, അറിയണം. ആവശ്യമുള്ളതും ഇല്ലാത്തതുമൊക്കെ അറിയണം. എന്തിനാ? വിജ്ഞാനത്തിന്റെ മേഖല വിപുലമാക്കാനാണ്. ഒരാൾ പറഞ്ഞതാണ്, നമ്മൾ ഈ ജീവിതം എന്ന് പറഞ്ഞാൽ എല്ലാം അറിഞ്ഞിരിക്കണം. എല്ലാം അറിഞ്ഞിരിക്കണം. അതുകൊണ്ടെന്താ? വിസ്കി, ബ്രാൻഡി, വാറ്റുചാരായം, കള്ള് എല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കണം. എല്ലാറ്റിനെ കുറിച്ചും നമ്മൾ അറിഞ്ഞിരിക്കണം. സുഹൃത്തെ, പൊട്ടാസ്യം സയനൈഡ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതിന് ടേസ്റ്റ് കൂടെ ഒന്ന് നക്കി അറിഞ്ഞിട്ട് ഒന്ന് പറയും, അല്ല അത് വേണ്ടാന്ന്. അതെന്തേ? ചത്തുപോകും. അത് തിന്നാ ഉടനെ ചാവും, ഇത് കാലക്രമത്തിൽ ചാവും.
വേണ്ടാത്ത കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കരുത് മനുഷ്യൻ, അത് അപകടമായിരിക്കും. ഇതൊക്കെ എന്താ? തോന്നിയാസം പ്രവർത്തിക്കാനുള്ള ഒരു ലൈസൻസ് എല്ലാം അറിഞ്ഞിരിക്കണം. ഇതേ ആള് ഇയാളുടെ വീട്ടിലെ കുട്ടികളെ വളർത്തുമ്പോൾ ആ കൊച്ചുകുട്ടികൾക്ക് എല്ലാം കൊച്ചിലെ തന്നെ എന്താ പറഞ്ഞു കൊടുക്കാത്തത്? അത് കുട്ടികൾ നശിച്ചു പോകും. അതറിയാം. ഓരോ പ്രായത്തിൽ അറിയേണ്ട കാര്യങ്ങൾ മാത്രമേ കുഞ്ഞുങ്ങൾ അറിയാവൂ, അല്ലേ? 5-6 വയസ്സുള്ള കുട്ടിക്ക് ജീവിതത്തിലുള്ള എല്ലാം എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യും. അതുകൊണ്ട് എല്ലാം അറിയുക എന്നുള്ളതല്ല മനുഷ്യന്റെ ലക്ഷ്യം, മറിച്ച് എല്ലാമായിരിക്കുന്ന ഒന്നിനെ അറിയുക, അതാണ് ലക്ഷ്യം. എല്ലാം അറിയുകയല്ല, എല്ലാമായി തീർന്നിരിക്കുന്ന ഒന്നിനെ അറിയണം. ആ ഒന്നറിയപ്പെട്ടാൽ എല്ലാം അറിയപ്പെട്ടതായി തീരും. ഏകവിജ്ഞാനേന സർവവിജ്ഞാനം. ഏതൊന്നിനെ അറിഞ്ഞാൽ എല്ലാം അറിയപ്പെട്ടതായി തീരുമോ അതിനെ എനിക്ക് പറഞ്ഞു തരൂ എന്നാണ് ശിഷ്യൻ ആചാര്യനോട് ആവശ്യപ്പെടുന്നത്. ഏതൊന്നിനെ അറിഞ്ഞാൽ എല്ലാം അറിയപ്പെട്ടതായി തീരുമോ? ഫിസിക്സ് പഠിച്ചാൽ കെമിസ്ട്രി പഠിച്ചതിന് തുല്യമാവുമോ? കെമിസ്ട്രി അറിയാമെങ്കിൽ കണക്ക് പഠിക്കണ്ടെന്ന് ആരെങ്കിലും പറയുമോ? ആ ഓരോ ശാസ്ത്രശാഖയും നമ്മൾ പ്രത്യേകം പഠിക്കുകയല്ലേ വേണ്ടത്. പക്ഷേ അധ്യാത്മജ്ഞാനം അങ്ങനെയല്ല. ആ ഒന്നിനെ, ആ പരമസത്യത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അറിയപ്പെട്ടതായി തീരും. എന്തുകൊണ്ട്? അത് മാത്രമേ ഇവിടെ ഉള്ളൂ. അതിൻ്റെ പ്രകടനങ്ങളാണ് ബാക്കിയുള്ളത്. കോഴി കിഴിക്കും. കോഴി ഈ കിളറും കാലുകൊണ്ടിങ്ങനെ മാന്തും. പാറപ്പുറത്തായാലും അതിന് മണ്ണ് പാറ എന്നുള്ള വ്യത്യാസമൊന്നുമില്ല. ചെകയിൽ മാത്രമേ അതിനറിയാവൂ. ശീലമാണ് അതിനെ കൊണ്ട് അങ്ങനെ ചെയ്യിക്കുന്നത്. പൊലിയെ കിളറും. പൊലി എന്ന് പറഞ്ഞാൽ ധാന്യ കൂമ്പാരം. നെല്ലൊക്കെ ഇങ്ങനെ, അതായത് ഉമിയെടുക്കാത്ത, അതിനെയാണല്ലോ നമ്മൾ നെല്ലെന്ന് പറയുന്നത്. നെല്ലിങ്ങനെ കൂട്ടിയിട്ടേക്കുമല്ലോ പൂനയായിട്ട്, അതിനെയും കിളറും, ചെകയും. പാറപ്പുറത്ത് വെച്ചാൽ അതും ചെകയും. അത് എന്തിനാന്നുള്ള ചോദ്യം അതിനടുത്ത് ചോദിക്കരുത്. അതിനെക്കുറിച്ച് അത് ചിന്തിക്കുന്നില്ല. ചെകയുക, അത്രമാത്രം. പൊലിയെ കിളറും. ഇനി വിഴുത്തും കുരുടർക്ക് ഒളിപ്പകയായി കൂശി കോൽ പോടാ. ജന്മനാ അന്ധനായവരാണ്. അയാൾ ജനിച്ച് വീണത് അന്ധനായിട്ടാണ്. പ്രായമൂപ്പ് വന്നപ്പോൾ ഒരു വടി കൈ കൊടുത്തു. ഈ അന്ധന്മാരിങ്ങനെ തട്ടി കൊണ്ട് നടക്കുന്നൊരു വടി കുത്തി നടക്കാറുണ്ടല്ലോ. ഇങ്ങനെ അയാൾക്ക് വാസ്തവത്തിൽ ആ വടി എന്നുള്ളത് അയാളെ സംബന്ധിച്ച് കണ്ണാണ്, അയാളുടെ കണ്ണാണ്. കാഴ്ചശക്തി ഇല്ലാത്തവന് വടി ഒരു വലിയ അനുഗ്രഹമാണ്. വല്ല കുണ്ടിലോ കുഴിയിലോ ചെന്ന് ചാടാതെ ഇതിനെ ആശ്രയിച്ചാണല്ലോ അവർ നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരാൾ ഒരു 30-35 കൊല്ലം ഇരുട്ടിൽ കഴിഞ്ഞു, കാഴ്ചയില്ലാതെ വടി തട്ടിയാണ് നടന്നത്. ഒരു ദിവസം ആരോ ഒരാൾ അയാളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പറഞ്ഞു. ഒരു ശസ്ത്രക്രിയയിലൂടെ ആ കണ്ണ് അല്ലെങ്കിൽ അതിൻ്റെ കോർണിയ ഇയാളുടെ ശരീരത്തിൽ വെച്ച് പിടിപ്പിച്ചപ്പോൾ ഇദ്ദേഹത്തിന് കാഴ്ച കിട്ടി. ഇത്രയും കാലം ജീവിതത്തിൽ ഇരുട്ട് മാത്രം കണ്ട് വളർന്നിട്ടുള്ള ഒരാൾ ആദ്യമായി കാഴ്ചശക്തി കിട്ടിയാൽ ആ ശസ്ത്രക്രിയയ്ക്ക് ശേഷം അയാൾ കണ്ണ് തുറക്കുമ്പോൾ കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശമായിരിക്കും. അയാൾക്ക് കണ്ണ് തുറക്കാൻ പറ്റില്ല. സൂര്യന് നേരെ നോക്കുന്നത് പോലെയായിരിക്കും. സാധാരണ പ്രകാശത്തിന്റെ നേരെ അയാളെ നോക്കും. കണ്ണ് മഞ്ഞളിച്ചു പോകും. ആണ് കണ്ണ് കൂശുക എന്ന് തമിഴിൽ പറയുന്നത്. വിഴുത്തും കാഴ്ച തിരിച്ചു കിട്ടിയാലും കുരുടർക്ക് ഒളിപ്പകയായി. കുരുടന്മാർക്ക് പ്രകാശം ശത്രുവെ പോലെ തോന്നും എന്ന് പറഞ്ഞാൽ എന്താ? അതിനെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല, അഭിമുഖീകരിക്കാൻ പറ്റുന്നില്ല. ആ കണ്ണുകൾക്ക് അതിനുള്ള ശക്തി ഉണ്ടായിട്ടില്ല. കൂശി കോൽ പോടാർ. അങ്ങനെയുള്ള അന്ധന്മാർക്ക് കാഴ്ചശക്തി കിട്ടിയാലും അവരുടെ കയ്യിലുള്ള ആ വടി അവർ ഉപേക്ഷിക്കില്ല. എന്താ? അത് പിന്നെയും തന്നെ സഹായിക്കും. ശീലത്തിന്റെ ദോഷത്തെ കുറിച്ചാണ് ഇത് പറയുന്നത്. തനിക്കോ കാഴ്ചശക്തി കിട്ടി, വലിച്ചെറിയും ആ വടിയെ. സാധ്യമല്ല, പറ്റില്ല. ഇതുപോലെയാണ് സാധകന്മാര് ഏതെങ്കിലും ഘട്ടത്തിൽ അവരുടെ സാധനയെ ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞാൽ അയ്യോ സാധനയെ വിടുകയോ? സുഹൃത്തെ, ഈ സാധനയിലൂടെ നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് കിട്ടി, നിങ്ങളത് തിരിച്ചറിഞ്ഞില്ല, അതുകൊണ്ട് ഇതിനെ വിടാനും തയ്യാറില്ല. ഇത് പിന്നെയും തനിക്ക് തുണയാകും, തന്നെ സഹായിക്കും എന്ന് കരുതി ജീവിക്കുകയാണ്. ശീലത്തിന്റെ ദോഷം. കോൽ പോടാ. ഈ അന്ധൻ അയാളുടെ വടി വേണ്ടെന്ന് വെക്കില്ല. അതിനെ പിന്നെയും അയാൾ മുറുകെ പിടിക്കുമെന്നർത്ഥം. അരുളൈ പഹുക്കും ആത്മാ. ആത്മാവ് ഈശ്വരാനുഗ്രഹത്തെ വിഭജിക്കും. എന്താണ് ഈ പ്രസ്താവനയുടെ അർത്ഥം? ആത്മാവ് ഈശ്വരാനുഗ്രഹത്തെ വിഭജിക്കും. ഇവിടെ ആത്മാവ് എന്ന് പറഞ്ഞാൽ ജീവാത്മാവ്,
ജീവബോധം, ഞാൻ എന്ന ഭാവം എന്നർത്ഥം. ആ ഞാൻ എന്ന ഭാവം വരുന്നതോടെ ഈശ്വരൻ വിഭജിക്കപ്പെട്ടു. ഞാൻ എന്ന ഭാവം എപ്പോഴൊക്കെ നമ്മുടെ ഉള്ളിൽ ഉദിക്കുന്നുവോ നമ്മൾ ഈശ്വരനെ മുറിക്കുകയാണ്. എങ്ങനെ? ഞാൻ വേറെ, ഭഗവാൻ വേറെ, അല്ലെങ്കിൽ ആത്മാവ് വേറെ. അപ്പൊ നമ്മൾ കഷണങ്ങളാക്കുന്നവരാണ്. ഏകമായ സത്യത്തെ ഞാൻ അതിൽ നിന്ന് ഭിന്നനാണ് എന്ന് ഭാവന ചെയ്യുക വഴി അഹങ്കാരത്തെ നിലനിർത്തി സർവേശ്വരനെ ഖണ്ഡിക്കുന്ന കൂട്ടരാണ്. എന്ത് വേണം? ഈ ഞാനിന് പ്രാധാന്യം കൽപ്പിക്കാതിരിക്കും. ഈ ഞാനെന്ന് പറഞ്ഞില്ല, ഒരേ ഒരു ബോധം മാത്രമേ ഉള്ളൂ. ഞാനെന്ന് ഭാവം ഉള്ളിൽ പൊന്തിയാൽ അതും അത് തന്നെ, ആ ആത്മാവിന്റെ പ്രകടനം തന്നെ എന്നങ്ങ് തീരുമാനിക്കുക. അഹങ്കാരത്തെ ജീവൻ ഉപേക്ഷിക്കാൻ തയ്യാറാകുന്നേ ഇല്ല. ഉണർന്ന് വിഴിക്കുക എന്ന് പറഞ്ഞാൽ ഉണരുക, ഉറക്കത്തിൽ നിന്നൊക്കെ ഉണരുന്നത് പോലെ ഉണരുക. വിഴിത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ കണ്ണ് കിട്ടിയിട്ടും ആ കിട്ടിയ കണ്ണ് തുറന്നിട്ടും അയാൾക്ക് കാഴ്ചശക്തി കിട്ടിയിട്ടും ആ അന്ധൻ തൻ്റെ കയ്യിലുള്ള വടിയെ ത്യജിക്കാൻ തയ്യാറാകുന്നില്ല. അരുളൈ പഹുക്കും ആത്മാ ആത്മാ. ആത്മാവിൻ്റെ അനുഗ്രഹത്തെ അഹങ്കാരം വിഭജിക്കും, ഭേദിക്കും, ഒന്നിൽ കൂടുതൽ ഉണ്ടെന്ന് കരുതുമെന്നർത്ഥം. അത്രയേ ഉള്ളൂ. ഏകമായ സത്യത്തെ വിഭജിക്കുന്നത് ഇങ്ങനെയാണ്. അത് നമ്മുടെ മനസ്ഥലത്തിലുള്ള വിഭജനമാണ്. വസ്തു വിഭജിക്കപ്പെടുന്നില്ല. നമ്മൾ പലതുണ്ടെന്ന് കരുതിയാൽ ഇവിടെ പലതുണ്ടാവും. അതങ്ങനെ ഉണ്ടാവും. അവിഭക്തമായ സത്യമല്ലേ? ആ സത്യത്തിൽ നാം ഭേദത്തെ കാണുന്നു. അങ്ങനെ നമുക്കത് പലതെന്ന പോലെ തോന്നുന്നു. ബഹുനാൾ കൊണ്ടുണ്ടാകുന്ന പഴക്കപ്രഭാവം ഏതൊരുവനും എളുപ്പത്തിൽ മാറ്റാവുന്നതല്ല. പാറയിലായിരുന്നാലും കോഴി ചികഞ്ഞേ തീറ്റി തിന്നുകയുള്ളൂ. കണ്ണു കാണാതിരുന്ന ആൾക്ക് വളരെ നാൾ കഴിഞ്ഞ് ഭാഗ്യവശാൽ കാഴ്ച വീണ്ടു കിട്ടിയാലും മുൻപ് ഉപയോഗിച്ചിരുന്ന വടി വിടാതെയും കണ്ണു പൂച്ചി നോക്കുകയും ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കണ്ണഞ്ചി വെച്ച് കണ്ണിങ്ങനെ ഇറുക്കി പൂർണ്ണമായി അടയ്ക്കാതെ ആ പ്രകാശത്തെ അഭിമുഖീകരിക്കാൻ പറ്റാതെ നമ്മൾ നോക്കുമല്ലോ. കറണ്ട് കുറേ സമയം ഇല്ലാതിരുന്നിട്ട് പെട്ടെന്ന് കറണ്ട് വന്നാൽ ഈ ബൾബിൻ്റെ നേരെ നമുക്ക് നോക്കാൻ പറ്റില്ല. കണ്ണഞ്ചി കുറച്ച് ഒന്ന് ആ പ്രകാശവുമായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വരണം, എന്നാലേ നോക്കാൻ പറ്റും. അതുപോലെയാണ് വടി വിടാതെയും കണ്ണ് പൂച്ചി നോക്കുകയും ചെയ്യുന്നത് നമുക്ക് അനുഭവമാണല്ലോ. അതുപോലെ അരുളിൽ നിന്ന് വേറായി കാണുന്ന ജീവന്റെ പഴക്കപ്രഭാവത്തെ സൂക്ഷിച്ചറിയുക. ഞാനിനെ ആത്മാവിൽ നിന്ന് ഒരിക്കലും വേർപെടുത്തരുത്. ഞാൻ ആത്മഭിന്നമായ ഒരുവനാണ് അല്ലെങ്കിൽ ഒരുവളാണ് എന്ന് ആരും ചിന്തിക്കരുത് എന്ന്. ഞാനവിടെ നിന്നോട്ടെ, പക്ഷെ ആത്മാവായിട്ട് നിൽക്കണം. ആത്മഭിന്നമായ ഒരു വ്യക്തിയായിട്ടോ അല്ലെങ്കിൽ ജീവനായിട്ടോ അതവിടെ ഉണ്ടാവരുത്. അത് ദോഷം ചെയ്യും. അതാണ് വാസന. ആ വാസനയ്ക്ക് അടിമയാകരുത് എന്ന്. അടുത്ത പദ്യം വായിക്കാം. കട്ടിയ നാൺ വിട്ടാലും കന്തകല കன்றுகளை തട്ടി പുറപ്പെടുത്തും തന്മൈ പോൽ ഒട്ടൊഴിത്ത് നിன்றாർ പോൽ നീ ശിവമയമായി നില്ലെன்று നീക്കമറുത്തൊൻറാക്കിൽ ഒன்று ഇരണ്ടാകും. എന്തൊരു പദ്യങ്ങളാണെന്ന് അറിയാമോ? കട്ടിയ നാൺ വിട്ടാലും, നാൺ എന്ന് പറഞ്ഞാൽ ഞാൻ അല്ലെങ്കിൽ ഞാൻ എന്ന് പറയുന്നത് എന്താ? ചരട്. ഇവിടെ ഞാൻ എന്ന് പറഞ്ഞാൽ പ്രകാശനൊക്കെ നല്ലതുപോലെ മനസ്സിലാവും. ഒരു പശുവിനെ ഒരു കയറ് കൊണ്ട് നമ്മൾ കെട്ടിയിരിക്കുകയാണ്, ഒരു കുറ്റിയിൽ കെട്ടിയിരിക്കുകയാണെന്ന് വിചാരിക്കും. അതെന്താ വിചാരിക്കുന്നത്? എന്നെ ഒരു കുറ്റിയിൽ കെട്ടിയിരിക്കുകയാണ്. നമ്മൾ ആ പശു അറിയാതെ ആ കുറ്റിയിൽ നിന്ന് അതിനെ അഴിച്ചു വിട്ടാലും അത് കെട്ടപ്പെട്ടിരുന്നാൽ എത്ര ദൂരം മേയുമോ അത്ര ദൂരത്തിനകത്ത് തന്നെ അത് മേഞ്ഞുകൊണ്ടിരിക്കും. കാരണം അത് സ്വതന്ത്രനായി എന്നത് അറിയുന്നില്ല. എന്നാൽ എവിടെയെങ്കിലും ഓടി രക്ഷപ്പെട്ടത്. കെട്ടിയത് അത് കണ്ടു, ഊരിയത് അത് കണ്ടില്ല. അപ്പൊ അതിൻ്റെ ഉള്ളിൽ ഞാൻ ബദ്ധനാണ് എന്നൊരു വിചാരം എപ്പോഴും ഉണ്ടാവും. അതാണ് കട്ടിയ നാൺ വിട്ടാലും, അതിനെ കെട്ടിയിരിക്കുന്ന കയറ് ഊരിക്കളഞ്ഞാലും അല്ലെങ്കിൽ ആ പശുവിനെ അഴിച്ചു വിട്ടാലും കന്തകലാ കன்றுகளை, കന്ത് അകല എന്ന് പറഞ്ഞാൽ, കന്ത് എന്ന് തമിഴിൽ പറഞ്ഞാൽ കുറ്റി. ആ കുറ്റി വിട്ട് അവ ഇപ്പുറത്തോട്ട് പോവില്ല, അതിൽ നിന്ന് അകന്നു പോവില്ല. എന്തുകൊണ്ട്? തന്നെ ആ കുറ്റിയിൽ തളച്ചിരിക്കുന്നു എന്നാണ് ആ പശുക്കൾ വിചാരിക്കുന്നത്. അത് കണ്ടിട്ടല്ല കുറ്റിയിൽ കെട്ടിയോ അല്ലെങ്കിൽ സ്വതന്ത്രമായോ, കെട്ടിയത് കണ്ടു. അപ്പോ അത് ആ കുറ്റിയിൽ നിന്ന്
സ്വതന്ത്രമാകണമെങ്കിൽ അത് കാണെ കയറഴിക്കണം. അതറിയാതെ കയറഴിച്ചാൽ അതിന്റെ ഉള്ളിലുള്ള വിചാരം താൻ കെട്ടപ്പെട്ടിരിക്കുന്നു എന്നാണ്. ഒരിക്കൽ ഒരാൾ എന്ത് ചെയ്തു, ദിവസേന ഇങ്ങനെ കുറ്റിയെ കൊണ്ട് കെട്ടും. ഒരു ദിവസം നോക്കിയപ്പോൾ ആ കുറ്റി അവിടെ കാണാനില്ല. ഇയാള് ആ പശുവിന്റെ കഴുത്തിലുള്ള കയറിനെ കൊണ്ടുവന്ന് ആ കുറ്റി ദിവസവും ഒരു സ്ഥലത്തുണ്ടാവുമല്ലോ, അവിടെ ഇങ്ങനെ കെട്ടിയിടുന്നത് പോലെ കാണിച്ചു. കുറ്റിയില്ല, അവിടെ കെട്ടിയിടുന്നത് പോലെ കാണിച്ചു. പശു വിചാരിച്ചു തന്നെ കെട്ടിയിട്ടു. അത് ഒരിടത്തും പോയില്ല. അവസാനം വൈകുന്നേരമായപ്പോൾ ഇവൻ ഈ പശുവിന്റെ കഴുത്തിലെ കയറ് പിടിച്ചിങ്ങനെ വലിക്കുകയാണ്. ഇത് അങ്ങോട്ട് വലിക്കുകയാണ്, അനങ്ങുന്നില്ല. നോക്കിയപ്പോ എന്താ, ദിവസേന ഇയാൾ വൈകുന്നേരം കുറ്റിയിൽ നിന്ന് കയറഴിക്കുന്നത് അത് കണ്ടിട്ടുണ്ട്. ഇത് കുറ്റിയിൽ കെട്ടിയിട്ടേ ഇല്ല, പക്ഷെ അതിനെ പിടിച്ച് വലിച്ചിട്ടത് വരുന്നില്ല. അവസാനം ഇയാൾ എന്ത് ചെയ്തു, ആ കുറ്റി ഇരുന്ന സ്ഥാനത്ത് ചെന്നിട്ട് അതിനെ അഴിക്കുന്നത് പോലെ, ഈ പശു കാണുന്നത് പോലെ ഇങ്ങനെ അഴിച്ചു. എന്നിട്ട് വലിച്ചപ്പോ കൂടെ വന്നു. കെട്ടപ്പെട്ടതായി സങ്കല്പിച്ച പശു അതിനെ അഴിക്കുന്നതായും അതിനെ കാണിച്ചു കൊടുക്കണം. എന്നാലേ അത് അവിടുന്ന് വരൂ. അല്ലെങ്കിൽ എന്നെ കെട്ടിയിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് അവിടെ ബലം പിടിച്ചിരിക്കും, എത്ര ഓട്ടിച്ചാലും പോവില്ല. അപ്പോ കൻറുകൾ എന്ന് പറഞ്ഞാൽ കന്നുകുട്ടി, പശു എന്നർത്ഥം. തട്ടി പുറപ്പെടുത്തും തന്മൈ പോൽ. സാധാരണ ഈ പശുക്കളെ മേയ്ക്കുന്നവരെന്തോ ചെയ്യുന്നത്, കുറ്റിയിൽ നിന്ന് ഊരിയാലും അത് വന്നില്ലെങ്കിൽ പുറത്തിങ്ങനെ തട്ടും, എന്ന് പറഞ്ഞിട്ട് അതിന്റെ മുതുകത്തിങ്ങനെ തട്ടിയാണ് അതിനെ അകറ്റിക്കൊണ്ടു പോകുന്നത്. തട്ടി പുറപ്പെടുത്തും തന്മൈ പോൽ, പുറത്ത് തട്ടി ആ പശുവിനെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് പോലെ ഒട്ടൊഴിത്ത് ഒട്ട് എന്ന് പറഞ്ഞാൽ ഒട്ടൽ, സംഘം. ഈ സംഘത്തെ അല്ലെങ്കിൽ ബന്ധത്തെ ഇല്ലാതാക്കി ഒട്ടൊഴിത്ത് നിൻറാർ പോൽ താൻ ആത്മാവായി നിന്നാലും സമാധ്യവസ്ഥയിൽ, അല്ലെങ്കിൽ ബോധപൂർവമായി ഈ സംഘത്തിനെയൊക്കെ ഉള്ളിൽ നിന്ന് നീക്കിയാലും പിന്നെയും ആ സംഘം മനസ്സിൽ പ്രവേശിക്കാനുള്ള സാധ്യതയുണ്ട്. അതാണ് ഇത് ബുദ്ധിമുട്ട്, പ്രയാസമാണ് എന്നൊക്കെ പറഞ്ഞത്. പോയി എന്ന് വിചാരിക്കും അവൻ. 10-15 കൊല്ലത്തിന് ശേഷം ഞാൻ പോയില്ല, ഇവിടെ തന്നെയുണ്ട് എന്ന് പറഞ്ഞ് കയറി വരും. ഇതാണ് വാസനകളുടെ സ്വഭാവം. അതുകൊണ്ട് വളരെ ജാഗരൂകരായിരിക്കണം. അങ്ങേയറ്റത്തെ ശ്രദ്ധ വേണം, നിഷ്ഠ വേണം. ഏത് ഘട്ടത്തിലും ഈ ആത്മതത്വത്തെ വിസ്മരിക്കാതെ അതിനെ മുറുകെ പിടിച്ചാൽ മാത്രമേ ഈ അഹങ്കാരം വീണ്ടും ഉള്ളിൽ പ്രവേശിക്കുന്നത് തടയാൻ പറ്റും. അല്ലെങ്കിൽ ആ ഞാൻ എന്നുള്ള ഭാവം അകത്ത് വീണ്ടും പൊന്തും. പോയി എന്നൊക്കെ തോന്നും. സമയമാകുമ്പോൾ നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ അവൻ തിരിച്ചു വരും. റിട്ടേൺ ഓഫ് ദ ഡ്രാഗൺ, സ്പൈഡർമാൻ സ്ട്രൈക്സ് ബാക്ക് എന്നൊക്കെ സിനിമ വരാറില്ലേ? റിട്ടേൺ ഓഫ് ദ ഡ്രാഗൺ ബ്രൂസ്ലിയുടെ പടമാണ് പണ്ട്, ഇല്ലേ? ബ്രൂസ്ലി. ഇതൊക്കെ പോയതുപോലെ തോന്നും, ഒക്കെ മടങ്ങി വരുമെന്നാണ്. അത് കൊന്ന് അതിനെ കത്തിച്ച് അതിന്റെ ചാരം തിരുവല്ലത്ത് കൊണ്ട് കലക്കിയാലല്ലാതെ അതിന്റെ നാശം പൂർണ്ണമായി എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. അത്ര ശക്തമാണ് വാസനകൾ. അത് തന്നെയാണ് അഹംഭാവവും. ഒട്ടൊഴിത്ത് നിൻറാൽ പോൽ, കുറെയൊക്കെ സംഘത്തെ, അല്ലെങ്കിൽ ഒരു 99% സംഘത്തെ നശിപ്പിച്ചാലും എന്നിട്ട് ആത്മാവായിട്ട് നിന്നാലും നീ ശിവമായി നില്ലെன்று, നീ ശിവമാണ്, നീ ആത്മാവായിട്ട് നിൽക്കൂ, ജീവനായി നിൽക്കരുത് എന്ന് സത്യദർശികൾ എത്ര ഉപദേശിച്ചാലും നീക്കമറുത്ത് ഒൻറാക്കി ആചാര്യൻ മഹാവാക്യങ്ങളിലൂടെ ജീവന്റെ ഉള്ളിലെ ജീവബോധത്തെ നിരന്തരം തുടച്ചു മാറ്റി നീ ബ്രഹ്മമാണ് കുഞ്ഞേ, തത്വമസി പല പ്രാവശ്യം ഉപദേശിച്ച് ആ ജീവന്റെ ജീവഭാവത്തെ പൂർണ്ണമായി നശിപ്പിച്ചാലും ആ ഗുരുസന്നിധിയിൽ നിന്ന് അയാൾ അകലുമ്പോൾ ഈ ഞാൻ കയറി വരും. സത്സംഗത്തിൽ ഞാനൊക്കെ പോയതുപോലെ തോന്നും. ഞാനൊക്കെ ഏതാണ്ട് തീർന്നു. ഇന്നത്തെ ക്ലാസ് ഗംഭീരമായിരുന്നു. എൻ്റെ ഉള്ളിലുള്ള ഞാൻ ഇനി പൊന്തില്ല, അത് അനുഭവപ്പെട്ടേ ഇല്ലെന്നേ എന്നൊക്കെ നമുക്ക് പറയാം. ഇപ്പോഴനുഭവപ്പെടാത്തതല്ല, ഇവിടുന്ന് ഇറങ്ങുമ്പോൾ അനുഭവപ്പെടാതിരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. നമ്മളറിയാതെ അത് പതുങ്ങി പുറകുവശത്തെ വാതിലിലൂടെ കയറി വരും. മുൻവശത്തിലൂടെ വാതിലിലൂടെ കയറിയാലേ നിങ്ങൾ കുറ്റിയിട്ടിരിക്കുന്നത് മുൻവശത്തുള്ള കഥകാണ്. ബാക്ക് ഡോർ തുറന്നു കിടക്കുകയാണ്. നിങ്ങൾ അറിയാതെ അത് പുറകിലൂടെ വന്ന് നമ്മുടെ തോളത്ത് കയറി നമ്മൾ അറിയുകയേ. ഇതാണ് വാസനകൾ അല്ലെങ്കിൽ അഹങ്കാരം. നീക്കമറുത്ത് ഒൻറാക്കിൽ, എല്ലാ ഭേദങ്ങളെയും എല്ലാ ദ്വൈതങ്ങളെയും ഇല്ലായ്മ ചെയ്ത് ആ സത്യവുമായി ചേർന്നിരുന്നാലും തിരിച്ച് ശരീരതലത്തിലേക്ക് വരുമ്പോ വീണ്ടും മായ പിടികൂടാനുള്ള സാധ്യതയുണ്ട് എന്നാണ്. അതായത് ആ ജ്ഞാനത്തിൽ
അചഞ്ചലമായ ഒരു ഉറപ്പ് വേണം. അതുവരെ നമ്മുടെ മായയാൽ പിടികൂടാൻ ഉള്ള സാധ്യതയുണ്ടെന്ന്. നമ്മ മായ ഏതെങ്കിലും രീതിയിൽ പിടിക്കും. ഒന്നുകിൽ പേര്, പ്രശസ്തി, ധനം, ശിഷ്യസമ്പത്ത് എല്ലാം വിട്ടു. എനിക്ക് 150 ശിഷ്യന്മാരാണുള്ളത്, പോയില്ലേ? അതിലൊരു മമത വന്നാൽ പോയില്ലേ? ഈ വിട്ടില്, നമ്മൾ വിട്ടിലെന്ന് പറയില്ലേ, പുൽച്ചാടി, ഇത് പിടിക്കാൻ പോകുന്നത് പോലെയാണ്. ഞാൻ പണ്ടൊക്കെ പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, കയ്യിലൊന്നും കിട്ടിയിട്ടില്ല. ഒരു പുൽച്ചാടി അവിടെ അങ്ങനെ ഇരിക്കും. നമ്മൾ ശബ്ദം ഉണ്ടാക്കാതെ, അനക്കം ഉണ്ടാക്കാതെ ചെന്ന് അതിരിക്കുന്ന സ്ഥലത്ത് കൈ കൊണ്ടിങ്ങനെ വെച്ചിട്ട് കിട്ടിയെന്ന് വിചാരിക്കും. നമ്മുടെ മുഷ്ടി തുറന്ന് നോക്കുമ്പോൾ അതില്ല, അവ അപ്പുറത്ത് ചാടി. പിടിക്കാൻ ശ്രമിക്കുമ്പോൾ വഴുതി മാറുകയും ഒന്നും ചെയ്യാതെ ഇരിക്കുമ്പോൾ നമ്മളറിയാതെ ഉള്ളിലേക്ക് കയറി വരികയും ചെയ്യുന്ന ആളാണ് ഈ അഹങ്കാരം. അതെന്താണ്? അതിനെ നശിപ്പിക്കാൻ എന്ന് പറഞ്ഞ് നിങ്ങൾ അതിന്റെ പുറകെ പോയാൽ അവനെ കാണുകയില്ല. എവിടെ ഇട്ട് പിടിക്കും നിങ്ങൾ? ഈ ഞാനിനെ എന്താണ് ഇവനാണല്ലോ ഈ പ്രശ്നം. ഈ ഞാനിനെ നശിപ്പിക്കണം. അഹങ്കാര നാശം എന്നാണല്ലോ അധ്യാത്മശാസ്ത്രം പറയുന്നത്. എന്നാ അതൊന്ന് നേടിയിട്ട് തന്നെ കാര്യം. ഇവൻ എവിടെ? കോഴി ചെകയുന്നത് പോലെ ഇങ്ങനെ ചെകഞ്ഞു പോയാൽ അവനെ കാണാനില്ല. എന്തുകൊണ്ട് കാണാനില്ലെന്നറിയാമോ? നിങ്ങൾ തെരഞ്ഞു പിടിച്ച് നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന അഹങ്കാരം ഈ തെരയുന്ന നിങ്ങളുടെ ഉള്ളിൽ ഒളിച്ചു കളയുന്നു. പിന്നെ എങ്ങനെ അതിനെ നശിപ്പിക്കും? തെരയുന്നവന്റെ ഉള്ളിൽ കയറിയിരിക്കുന്നവൻ അല്ലെ. ഉള്ളിൽ തെരഞ്ഞാലോ? ഉള്ളിൽ തെരഞ്ഞു നോക്കിയാൽ ഒന്നും കാണുകയില്ല. അങ്ങനെ ഒന്ന് നമുക്ക് നമ്മുടെ അനുഭവ മണ്ഡലത്തിൽ വരില്ല. എന്നാൽ നമ്മൾ തെരച്ചിൽ നിർത്തി വേറെ ഏതെങ്കിലും കാര്യത്തിൽ വ്യാപൃതരായാൽ ഇവൻ അറിയാതെ, നമ്മളറിയാതെ പതുക്കെ കയറി. വല്ലാത്ത പ്രയാസമാണിത്. ഈ അധ്യാത്മം എന്ന് പറയുന്നത് എളുപ്പമൊന്നുമല്ല, അതിസുലഭം എന്നൊക്കെ രമണ മഹർഷി പറയും. നമുക്ക് നീക്കമറുത്തൊൻറാക്കിൽ. ഇനി ഈ ദ്വൈതഭാവങ്ങളൊക്കെ വരുമ്പോൾ അതൊക്കെ ബ്രഹ്മമാണ്, അദ്വൈതമാണ്, ആത്മാവാണ്, ഈശ്വരന്റെ പ്രകടനമാണ് എന്നൊക്കെ നമ്മൾ കൃത്രിമമായി നമ്മുടെ ബുദ്ധി കൊണ്ട് അദ്വൈതത്തിൽ ഒരു ഉറപ്പ് നേടാൻ ശ്രമിച്ചാലും കുറച്ചു നേരത്തേക്ക് ആ ഒരുമ, ഒന്നാന്നുള്ള ഭാവം ഉണ്ടാവും. കുറച്ച് കഴിയുമ്പോൾ അത് പിളർന്ന് രണ്ടാവും. എന്ന് പറഞ്ഞാൽ ഞാൻ ആത്മാ എന്ന് പറഞ്ഞ് രണ്ടായി മാറും. ഞാനെന്നുള്ളത് ഉദിക്കരുതെന്നാണ്. ഞാനിനെ ഉദിക്കാതെ നോക്കുന്നതാണ് യഥാർത്ഥ സാധന എന്നാണ് രമണ മഹർഷി പറയുന്നത്. ഞാൻ ഉദിക്കുന്ന സ്ഥലമേതോ, ഞാൻ ഒടുങ്ങുന്ന സ്ഥലമേതോ അതാണ് ആത്മാവ്. അപ്പൊ ഈ സാധന എന്ന് പറഞ്ഞാൽ ഞാൻ എന്നുള്ള ഭാവം ഉദിക്കാതെ ശ്രദ്ധയോടുകൂടെ നോക്കിക്കൊണ്ടിരിക്കുക, അത് തന്നെയാണ് സാധന. അല്ലാതെ മന്ത്രജപമോ വിചാരമോ ഒന്നുമല്ല. പക്ഷെ ആ നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റാത്തവർക്ക് ഇതൊക്കെയല്ലേ നിവൃത്തി കിട്ടും. അവരത് ചെയ്തോട്ടെ. പറ്റുമെങ്കിൽ ഈ അഹങ്കാരം ഉള്ളിൽ ഉദിക്കാതെ നോക്കിക്കൊള്ളുക എന്നാണ്. ഒന്ന് ഇരണ്ടാകും. ഒന്ന് രണ്ടാവാൻ അധിക സമയം ഒന്നും വേണ്ട. അദ്വൈതത്തെ പിടിച്ചു കിട്ടിക്കഴിഞ്ഞു എന്ന് വിചാരിക്കുമ്പോഴേക്കും അതിൽ ഭേദചിന്തയുണ്ടായി അത് 2, 4, 6 ഒക്കെയായി വിഭജിക്കപ്പെടും. പഴക്കശക്തിയെപ്പറ്റി ഒരു ഉദാഹരണം കൂടി. കെട്ടിയ കയർ അഴിച്ചുവിട്ടാലും പശുക്കുട്ടി ചില നേരം പാൽ കുടിക്കാൻ തള്ളയെ സമീപിക്കാതെ അകന്നു നിന്ന് കളയുന്നു. ഉടൻ അതിനെ ഉന്തിവിടുന്ന മാതിരി നിന്നെ ശിവത്തോട് അടുപ്പിച്ചു നിർത്തിയാലും നിന്റെ ജീവബോധം ഊന്നൽ നിമിത്തം ആ അരുളിൽ തന്നെ നിന്ന് ഏകീഭവിക്കാതെ പഴയപടി നീ രണ്ടെന്ന ഭാവത്തിൽ തന്നെ നിലകൊള്ളുന്നു. ജീവബോധനാശം കൂടാതെ അരുൾ പ്രവേശം അസാധ്യം എന്നറിയുക. ജീവബോധത്തെ നശിപ്പിക്കാതെ അദ്വൈതജ്ഞാനം, ആത്മസാക്ഷാത്കാരം സാധ്യമല്ല. അടുത്ത പദ്യം നമുക്ക് സുപരിചിതമായ അർത്ഥത്തെ ഉൾക്കൊള്ളുന്നതാണ്. കുരങ്കൈ നിനയാതിരുവെன்று കൂറ തിരുമ്പി അതുവേ ധ്യാനം വരും കഥൈപോൽ നീ ശിവമായി നില്ലെன்றால் നീങ്കി അതുവായി നിனைந்து മായ്വൈ അതുവன்றോ മലം. കുരങ്കൈ നിനയാതിരുവെன்று കൂറ. കുരങ്ങിനെ മാത്രം വിചാരിക്കരുത്. പണ്ടൊരു കഷണ്ടിക്കാരൻ മരുന്നിന് പോയ കഥ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. കരിങ്കുരങ്ങ് ഇത് തലയിൽ മുടി വളരണമെങ്കിൽ ഈ എണ്ണ ആ തലയിൽ നല്ലപോലെ തേച്ച് പിടിപ്പിക്കണം. ഒരൊറ്റ കണ്ടീഷനേ ഉള്ളൂ, ഇത് തേക്കുന്ന സമയത്ത് കരിങ്കുരങ്ങനെ വിചാരിക്കരുത്. ആ വൈദ്യന് ചുമ്മാ ഇരുന്നാൽ മതിയായിരുന്നു. കാരണം എന്തെന്നറിയാമോ? ഇവന്റെ തലയിൽ മുടി കിളിർക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് സത്യം. പക്ഷെ ഇവന്റെ കയ്യിൽ നിന്ന് കാശടിക്കുകയും വേണം. അപ്പോൾ എന്തോ ഒരു എണ്ണ കൊടുത്തിട്ട് കരിങ്കുരങ്ങനെ മാത്രം വിചാരിക്കരുത്. കരിങ്കുരങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ എണ്ണയ്ക്ക് എഫക്റ്റ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അടുത്ത ദിവസം ആശാൻ എന്ത് ചെയ്തു? കുറച്ച് എണ്ണ എടുത്തു. ആ കഷണ്ടി തലയിൽ തേക്കുന്നതിന് മുമ്പ് വൈദ്യരെന്തോന്ന് പറഞ്ഞല്ലോ, കരിങ്കുരങ്ങനെ വിചാരിക്കരുതെന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ ചിന്തയെ വിചാരം കയറി വന്നു.
എന്തിനെ നാം ഒഴിവാക്കാൻ ശ്രമിക്കുന്നു, എന്തിനെ ചിന്തിക്കരുതെന്ന് നാം തീരുമാനിക്കുന്നു, അത് തന്നെ ആദ്യം കയറി വരും നമ്മുടെ മനസ്സിന്റെ സ്വഭാവം. അതുകൊണ്ട് എന്താ, എന്ത് വേണമെങ്കിലും വന്നോട്ടെ, എത്ര വേണമെങ്കിലും വന്നോട്ടെ, എപ്പോൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും വന്നോട്ടെ, ഈ വരുന്നതൊക്കെ ഒന്ന് തീരുമാനിച്ച പ്രശ്നം. അത് കരിങ്കുരങ്ങാണെങ്കിലും ശരി, ഭൂതമോ പ്രേതമോ ആണെങ്കിലും ശരി, മനുഷ്യനോ ദേവനോ യക്ഷനോ ആരായാലും ശരി, ഈ വരുന്നത് ബ്രഹ്മം. എത്ര എത്ര മനോയാതി ബ്രഹ്മണസ്തത്ര ദർശനം. എന്തിനെ കണ്ടാലും അത് ഈശ്വര സ്വരൂപം അല്ലെങ്കിൽ ബ്രഹ്മപ്രകടനം എന്ന് കണ്ടോളുക. ഇതല്ലാതെ നമ്മുടെ മനസ്സ് ഉപശമിക്കാൻ വേറെ മാർഗമില്ല. തലകുത്തി നിൽക്കലും പ്രാണായാമവും ഒക്കെ ശീലിച്ചോളൂ, വേണ്ടെന്ന് അഭിപ്രായമില്ല. അതിൽ എത്ര കണ്ട് നാം വിജയം നേടുന്നു എന്നുള്ളതും കൂടെ ആലോചിക്കണം. അത്രയേ ഉള്ളൂ. കണ്ണടച്ചിരുട്ടാക്കിയിട്ട് കാര്യമില്ല. കുരങ്കൈ നനയാതിരിവെന്റെ കൂറ തിരുമ്പി അതുവേ ധ്യാനം വരും കഥയുപോൽ. അതിനെക്കുറിച്ചുള്ള ചിന്ത തന്നെയാവും വരിക. എന്തിനെ ചിന്തിക്കരുതെന്ന് നാം വിചാരിക്കുന്നുവോ അത് തന്നെ തുടരെ 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 നമ്മുടെ സ്മൃതിപഥത്തിൽ ഓടിയെത്തും. അതുപോലെ നീ ശിവമായി നില്ലെന്നാൽ, കുഞ്ഞെ നീ ശിവമായി സ്ഥിതി ചെയ്യൂ, ശിവമായിട്ട് നിൽക്കൂ, ആത്മാവായി നിലകൊള്ളൂ എന്ന് പറഞ്ഞാൽ നീങ്ങി ആ ആത്മാവിൽ നിന്ന് അകന്ന് ആത്മാവായി നിൽക്കൂ എന്ന് പറഞ്ഞാൽ ഈ ജീവൻ ചെയ്യുന്നത് എന്തെന്നറിയാമോ? ആ ആത്മാവിൽ നിന്ന്, തൻ്റെ ലക്ഷ്യസ്ഥാനത്ത് നിന്ന്, പ്രാപ്യസ്ഥാനത്ത് നിന്ന് അകന്ന് അതുമായി നിനൈന്ത് മായ്വൈ. നീ ശിവമായിരിക്കൂ എന്ന് പറഞ്ഞാൽ ഈ അജ്ഞാനിയായ ജീവൻ വിചാരിക്കുന്നത് എന്തെന്നോ, ഞാൻ ബ്രഹ്മമാണ് എന്ന് ഭാവന ചെയ്യാനാണ് ഗുരു ഉപദേശിക്കുന്നത് എന്നാണ്. ഭാവനകളൊക്കെ വിട്ടിട്ട് നിൽക്കാനാണ് പറഞ്ഞത്. ഇയാൾ എന്ത് ചെയ്യുന്നു? ഞാൻ ബ്രഹ്മമാണ്, അഹം ബ്രഹ്മാസ്മി എന്നുള്ള ഭാവനയെ ആശ്രയിക്കുന്നു. അത് മനസ്സിന്റെ ഒരു വൃത്തിയാണ്. അവിടെ മനസ്സുണ്ട്. നമുക്ക് എല്ലാ വൃത്തികളെയും അതിജീവിക്കണം, അതാണ് വേണ്ടത്. അതുമായി നിനൈന്ത് മായ്വൈ. നീ ശിവമാണ്, അതായിട്ട് നിൽക്കൂ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു? അതുമായി നിനൈന്ത്. അപ്പൊ ഞാൻ ശിവതത്വമാണ് എന്ന് ഭാവന ചെയ്യാൻ തുടങ്ങുന്നു. എങ്ങനെ രക്ഷപ്പെടും? അതായിട്ട് നിൽക്കാൻ പറഞ്ഞാൽ അതിനെ ചിന്തിക്കരുത് എന്നല്ലേ അർത്ഥം. അതിനെ ചിന്തിക്കണം എന്ന് പറയാനാണെങ്കിൽ അങ്ങനെ ഉപദേശിക്കുമായിരുന്നല്ലോ ഗുരു. നീ ബ്രഹ്മമായി സ്ഥിതി ചെയ്യൂ എന്ന് പറഞ്ഞാൽ ഞാൻ ബ്രഹ്മമാണ് എന്നുള്ള ചിന്തയെ പോലും വിട്ടിട്ട് നിൽക്കൂ എന്നാണ്. ചിന്തകളെയൊക്കെ അതിക്രമിക്കൂ, ചിന്താമണ്ഡലത്തിന് അപ്പുറത്ത് പോകൂ എന്നാണ് ആചാര്യൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഈ സാധകൻ അല്ലെങ്കിൽ ശിഷ്യൻ എന്ത് ചെയ്യുന്നു? ഞാൻ ശിവമാണ് അല്ലെങ്കിൽ അഹം ബ്രഹ്മാസ്മി എന്നാണ് ഭാവന ചെയ്യുന്നത്. എന്നിട്ട് എന്ത് പറയുന്നു നോക്കൂ, ഈ കണ്ണുടയ വള്ളല അതുവൻറോ മലം, ഇതല്ലേടോ മാലിന്യം, ഇതല്ലേ ശരിക്കുള്ള അഴുക്ക്. എന്താണ് മൂന്ന് മലങ്ങൾ? ആണവം, കർമ്മം, മായ. ആണവം എന്ന് പറഞ്ഞാൽ അഹങ്കാരം, കന്മം എന്നാണ് തമിഴിൽ പറയുന്നത്, മലയാളത്തിൽ കർമ്മം, മായ. ഈ മൂന്നെണ്ണമാണ്. പക്ഷേ ഈ കർമ്മവും മായയും ഞാൻ ആ അഹങ്കാരം മലത്തോട് കൂടിയാണ് നിൽക്കുന്നത്. അതിനെ വിട്ടിട്ട് നിൽക്കാൻ പറഞ്ഞാൽ അതിനെ വെച്ചുകൊണ്ട് ചിന്തിക്കുകയാണ് ചെയ്യുന്നത്, മനനം ചെയ്യുകയാണ് ചെയ്യുന്നത്. മനനം വേണ്ടെന്നല്ല അതിൻ്റെ അർത്ഥം. അതായിട്ട് നിൽക്കൂ, എല്ലാ ചിന്തകളെയും ഉപേക്ഷിച്ചിട്ട് ആ സത്യമായി നിൽക്കൂ എന്ന് പറഞ്ഞാൽ സങ്കല്പിക്കാതെ ഇരിക്കൂ, ചിന്തകളൊക്കെ ഉപശമിച്ച ആ സ്ഥാനത്ത് ശാന്തനായി സ്ഥിതി ചെയ്യൂ എന്നുള്ളതിൻ്റെ പൊരുൾ മനസ്സിലാക്കാതെ അതിനെ തന്നെ ജപിച്ചുകൊണ്ടിരിക്കുന്നു ഇയാൾ, അല്ലെങ്കിൽ ഭാവന ചെയ്തുകൊണ്ടിരിക്കുന്നു. നമുക്ക് ഭാവനയാണ് കടന്നു പോകേണ്ടത്. മനസ്സിന്റെ വൃത്തികൾ, ചിത്തവൃത്തികൾ പൂർണ്ണമായി ഒടുങ്ങുന്ന സ്ഥാനമാണ് ആത്മതലം. അതിനെ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ എങ്ങനെ നേടാൻ പറ്റും? നിശ്ചലതയിലൂടെ, മൗനത്തിലൂടെ, മനസ്സിന്റെ ഉപശമത്തിലൂടെ നേടേണ്ട ഒന്നിനെ ചിന്തിച്ച് ചിന്തിച്ച്, ധ്യാനിച്ച് ധ്യാനിച്ച്, സ്തുതിച്ച് സ്തുതിച്ച്, മനനം ചെയ്ത് എങ്ങനെ നേടാൻ പറ്റും? അതുകൊണ്ട് ശാന്തമായി സ്ഥിതി ചെയ്യാൻ ഈ മനനത്തിൻ്റെയും ധ്യാനത്തിൻ്റെയും ഇടയ്ക്ക് ശ്രമിക്കുക. ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ജപത്തെ വിട്ടിട്ട് ശാന്തമായിരിക്കാൻ ശ്രമിക്കുക. അല്ലാതെ ജപിച്ചുകൊണ്ടേ ഇരിക്കുന്നതിൽ അർത്ഥമില്ല. മനസ്സിന്റെ ആ ജപം എന്നുള്ള കർമ്മവും ഒടുങ്ങണമല്ലോ. ജപം തീരും, ജപിക്കുന്ന മനസ്സ് ഒടുങ്ങില്ല. ഇത്ര ആവർത്തി ജപിച്ചു കഴിഞ്ഞാൽ ജപം അവസാനിക്കും. മനസ്സ് അവസാനിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. മനസ്സ് ഉപശമിക്കണമെങ്കിൽ ഈ മനസ്സിന്റെ വൃത്തികൾ, അതിനെ നമ്മൾ സ്ട്രീം ലൈൻ ചെയ്ത് ഒരു പ്രത്യേക ദിശയിൽ കൊണ്ടുപോകാനാണല്ലോ ഈ
മന്ത്രജപത്തിലൂടെയും മറ്റും ശ്രമിക്കുന്നത്. ആ മന്ത്രജപത്തിനിടയ്ക്ക് പെട്ടെന്ന് മന്ത്രത്തെ നിർത്തി ഉള്ളിൽ എന്താണെന്ന് നിർത്തണം. നിർത്തിയാലേ നോക്കാൻ പറ്റൂ. ജപിച്ചുകൊണ്ടിരുന്ന നമ്മുടെ ശ്രദ്ധ അതിലായി പോകും. അപ്പോൾ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നിശ്ചലത നമുക്ക് അനുഭവിക്കാൻ കഴിഞ്ഞാൽ ആ മന്ത്രജപം സഫലം, അല്ലെങ്കിൽ അത് പ്രയോജനമില്ല. അതിന്റെ മലയാള വ്യാഖ്യാനം കൂടെ വായിച്ചിട്ട് നിർത്താം. ധ്യാന സമയത്ത് കുരങ്ങനെ വിചാരിച്ചുകൂടാ എന്ന് മുന്നറിയിപ്പ് കൊടുത്ത് ഒരുവനെ ധ്യാനിക്കാനിരുത്തിയാൽ അവന് കുരങ്ങനല്ലാതെ വേറൊന്നും ധ്യേയമായി വരികയില്ല. അതുപോലെ നീ ശിവമായി നിൽക്കാം എന്ന് ഗുരു കൽപ്പിച്ചാൽ ജീവബോധം ഇരിക്കുന്ന കാലത്തോളം ശിവത്തെ തന്നിൽ നിന്ന് അന്യമായി തന്നെ അവൻ കാണും. മനസ്സിന്റെ സ്വഭാവത്തെ നല്ലപോലെ പഠിച്ച ആചാര്യന്മാർക്ക് ഈ കാര്യത്തിൽ ഒരു സംശയമില്ല. എന്തിനെ ചിന്തിക്കരുതെന്ന് നാം ഷാഠ്യം പിടിക്കുന്നുവോ അത് തന്നെ നമ്മുടെ മനസ്സിൽ കയറി വരും. തുടരെ തുടരെ കയറി വരും. എന്തുകൊണ്ട്? നമ്മൾ അതിനെ ഒഴിവാക്കാൻ ശ്രമിച്ചു. അതാണ് അതിന് ശക്തി പകർന്നു കൊടുത്തത്. ആ ശക്തിയും വെച്ചോണ്ടാണ് അവൻ വരുന്നത്. ബാലിയെ പോലെയാണ്. ബാലിക്ക് കിട്ടിയ വരം എന്താ? നീ ആരുടെ കൂടെ യുദ്ധം ചെയ്യുന്നുവോ അയാളുടെ പകുതി ബലം കൂടെ നിനക്കുണ്ടാവും എന്ന് പറഞ്ഞാൽ ബാലിയെ നേർക്കുനേർ നിന്ന് തോൽപ്പിക്കാൻ ആർക്കും സാധ്യമല്ല. ശ്രീരാമന് പോലും സാധ്യമല്ല. അതുകൊണ്ടാണ് ഒളിയം പെയ്ത് കൊന്നത്. എതിരാളിയുടെ പകുതി ബലം ഇദ്ദേഹത്തിന് കിട്ടുമെന്ന് പറഞ്ഞാൽ അയാൾ എത്ര ശക്തനായാലും അയാൾ ഈ ബാലിയുടെ മുമ്പിൽ തോറ്റല്ലേ പറ്റൂ. അതുകൊണ്ട് ഇന്നത് വരണം, ഇന്ന ചിന്ത വരാൻ പാടില്ല, ഇങ്ങനെ ഒന്നും തീരുമാനിച്ചിട്ട് ധ്യാനിക്കാനിരിക്കരുത്. എന്ത് വരുന്നോ അതിനെ കണ്ടോളൂ. നല്ലതാണെങ്കിൽ നല്ലത്, മോശമാണെങ്കിൽ മോശം, എന്ത് വന്നാലും ഇത് ബ്രഹ്മമാണ്, അങ്ങനെ കണ്ടോളൂ. ഈ ജീവസങ്കല്പം തന്നെയാണ് ആത്മസാക്ഷാത്കാരത്തിന് മുഖ്യമായ പ്രതിബന്ധം. ഈ ഞാനിൻ്റെ ഇടപെടൽ അല്ലെങ്കിൽ ഞാനിൻ്റെ കൈകടത്തൽ, ഇതാണ് ആത്മസാക്ഷാത്കാരത്തിനുള്ള ഏറ്റവും വലിയ തടസ്സം. നീക്കപ്പെടേണ്ട വസ്തു അത് തന്നെയാണ് അജ്ഞാനം അഥവാ ആണവം. ആണവം എന്ന് പറഞ്ഞാൽ അഹങ്കാരം. ആ മലത്തിനെ ചുറ്റിപ്പറ്റിയാണ് കർമ്മമലവും മായാമലവും സ്ഥിതി ചെയ്യുന്നത്. തുടർന്നുള്ള പദ്യങ്ങൾ നമുക്ക് നാളെ വായിക്കാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.